നാമത്തിற்கு മഹിമയുണ്ടാവதாக. കർത്താവിന്റെ വിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. മാർക്കുവിൻ സുവിശേഷത്തിற்கு നമ്മുടെ ഗവനത്തെ നാം തിരുപ്പോ. നമ്മുടെ ശ്രദ്ധയെ മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് കൊണ്ടുവരാം. 16-ാം അധികാരം 19-ാം വചനത്തെ നാം വാസിപ്പோம். 16-ാം അധ്യായം 19-ാം വാക്യം വായിക്കാം. ഇങ്ങനെ കർത്താവായ യേശു അവരോട് അരുളി ചെയ്ത ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു. இவ்விதமாய் கர்த்தர் அவர்களுடனே பேசின பின்பு பரலோகத்திற்கு எடுத்துக்கொள்ளப்பட்டு தேவனுடைய வலது பாரிசத்தில் உட்கார்ந்தார். எபிரேயருக்கு எழுதின நிருபம் 1-ാം அதிகாரம் 3-ാം വചനത്തെയും കൂടെ നാം വാസിக்கலாம். എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം കൂടെ വായിക്കാം. അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുകയും இவர் அவருடைய மகிமையின் பிரகாசமும் அவருடைய தன்மையின் சொரூபமாயிருந்து சர்வத்தையும் தம்முடைய வல்லமையுள்ள வசனத்தினாலே தாங்குகிறவராய் தம்மாலே தாமே நம்முடைய பாவங்களை நீக்கும் சுத்திகரிப்பை உண்டு பண்ணி உன்னதத்தில் உள்ள மகத்துவமானவருடைய வலது பாரிசத்திலே உட்கார்ந்தார். വലതു പാരിസത്തിലെ ഉட்கார்ந்தார். വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. ആണ്ടവരുടെ നാമത്തിற்கு മഹിമയുണ്ടാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. യേശു ക്രിസ്തു அவர் உயிர் தெழுந்து பிதாவுடைய வலது பார்சத்திலே உட்கார்ந்தார் என்று வேதம் நமக்கு சொல்லுகிறார். യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലതുഭാഗത്ത് ഇരുന്നു എന്ന് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. இந்த தேவனுடைய வலது பார்சத்திலே உட்கார்ந்தார் என்கிறதான இந்த இடத்தை, இந்த ஆசனத்தை 3 വിധത്തിലെ നാം ചിന്തിക്ക പോകുகிறோം. യേശു ഇരുന്ന പിതാവിന്റെ വലതുഭാഗം എന്നുള്ള ആ സിംഹാസനത്തെ 3 തരത്തിൽ നമുക്ക് ചിന്തിപ്പാൻ സാധിക്കും. ഒന്നാമതായി ഇதை நான் சிங்காசனம் என்று சொல்ல விரும்புகிறேன். അതിനെ സിംഹാസനം എന്ന് പറയപ്പെട്ടിരിക്കുന്നു. தேவனுடைய வலது பாரிசத்திலே இயேசு உட்கார்ந்திருக்கிறதான அந்த இடத்திற்கு பேர் സിംഹാസനം എന്ന് சொல்லப்பட்டிருக்கிறார். പിതാവിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു ഇരുന്ന ആ സ്ഥലത്തിന് സിംഹാസനം എന്ന് പറയപ്പെടുന്നു. വെളിപ്പെടുത്തുന്ന വിശേഷം 3-ാം അധികാരം 21-ാം വചനത്തെ വാസിയുങ്ങൾ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 21-ാം വാക്യം വായിക്കാം. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എന്റെ പിതാവിനോട് കൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ நான் ஜெயம் கொண்டு என் பிதாவினுடைய சிங்காசனத்திலே அவரோட கூட உட்கார்ந்தது போல ஜெயம் கொள்ளுகிறவன் எவனோ அவனும் என்னுடைய சிங்காசனத்தில் என்னோட கூட உட்காரும்படிக்கு அருள் செய்வேன். വലതു പാർശ്വത്തിലെ യേശു ക്രിസ്തു ഉட்கார்ந்தார். വലതു ഭാഗത്ത് യേശു ക്രിസ്തു ഇരുന്നു. அவர் உட்கார்ந்த அந்த இடத்தை இப்பொழுது நான் வாசித்த வசனத்தின்படி சிங்காசனம் என்று சொல்லலாம். അവൻ ഇരുന്ന ആ സ്ഥലത്തിന് ഇപ്പോൾ നാം വായിച്ച വചനപ്രകാരം സിംഹാസനം എന്ന് പറയുവാൻ കഴിയുന്നു. நான் ஜெயம் கொண்டு என் பிதாவின் சிங்காசனத்திலே அவரோடு கூட உட்கார்ந்தது போல ஜெயம் கொள்ளுகிறவனும் என்னுடைய സിംഹാസനത്തിലെ എന്നോട് കൂടെ ഉட்காരുம்படி അരുൾ செய்வேன். ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എന്റെ പിതാവിനോട് കൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. യേശു ക്രിസ്തു നിത്യത്തിലെ தேவனுடைய ராஜ்யத்திலே உட்கார்ந்திருக்கிற இடத்தை சிங்காசனம் என்று இங்கே படிக்கிறோம். യേശു ക്രിസ്തു പിതാവിന്റെ വലതുഭാഗത്ത് നിത്യതയിൽ ഇരുന്ന ആ സ്ഥലത്തിന് സിംഹാസനം എന്ന് പറയപ്പെട്ടിരിക്കുന്നു. രണ്ടാമതായി தேவனுடைய வலது பார்சத்திலே உட்கார்ந்திருக்கிற இயேசு அந்த உட்கார்ந்திருக்கிற அந்த ஆசனம் கிருபாசனம் என்றும் அழைக்கப்படுகிறது. രണ്ടാമതായി ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു ഇരുന്ന ആ ഇരിപ്പിടത്തിന് കൃപാസനം എന്നും പറയപ്പെട്ടിരിക്കുന്നു. എബ്രായർക്ക് എഴുതിന നിരുപത്തിലെ 4-ാം അധികാരം 16-ാം വചനത്തെ നാം വാസിக்கிறோம். എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചെല്ലുക. ஆதலால் நாம் இரக்கத்தை பெறவும் ஏற்ற சமயத்தில் சகாயம் செய்யும் கிருபையை அடையவும் தைரியமாய் கிருபாசன தண்டையிலே சேர கடவோம். இயேசு கிறிஸ்து தேவனுடைய வலது பார்சத்திலே உட்கார்ந்திருக்கிற அந்த இடத்திற்கு
சிங்காசனம் என்று சொல்லலாம். இப்பொழுது நான் வாசித்தது போல கிருபாசனம் என்று சொல்லலாம். യേശു ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന സ്ഥലത്തിന് സിംഹാസനം എന്ന് പറയാം. ഇപ്പോൾ നാം വായിച്ച വചനപ്രകാരം അതിന് കൃപാസനം എന്നും പറയാം. ஆண்டவருடைய நாமத்திற்கு மகிமை உண்டாகட்டும். ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. மூன்றாவது ஒரு பெயர் இதற்கு கொடுக்கப்பட்டிருக்கிறது. മൂന്നാമതായും മറ്റൊരു പേർ ഈ ഇരിപ്പിടത്തിന് കൊടുത്തിരിക്കുന്നു. 2 கொரிந்தியரின் புத்தகத்திலே 5ஆம் அதிகாரம் 10ஆம் வசனம் இவ்விதமாக சொல்லுகிறது. 2 കൊരിന്ത്യർ 5ആം അധ്യായത്തിന്റെ 10ആം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. ஏனென்றால் சரீரத்தில் அவனவன் செய்த நன்மைக்காவது தீமைக்காவது தக்க பலனை அடையும்படிக்கு நாம் எல்லாரும் கிறிஸ்துவின் நியாயாசனத்திற்கு முன்பாக வெளிப்பட வேண்டும். கிறிஸ்து தேவனுடைய வலது பாரசத்திலே உட்கார்ந்த இடத்திற்கு இங்கே ஒரு பெயரை பார்க்கிறோம், நியாயாசனம் என்று சொல்லப்பட்டிருக்கிறது. യേശു ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരുന്ന ആ സ്ഥലത്തിന് ഇവിടെ വീണ്ടും മറ്റൊരു പേര് കാണുന്നു, അത് ന്യായാസനം എന്നാകുന്നു. ஆண்டவருடைய நாமத்திற்கு மகிமை உண்டாகட்டும். ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. கிறிஸ்து உட்கார்ந்திருக்கும் 3 இடங்களை குறித்து 3 ஆசனங்களை குறித்து இந்த நாட்களிலே நாம் கர்த்தருடைய சித்தத்தின்படி சிந்திக்க போகிறோம். യേശു ക്രിസ്തു ഇരിക്കുന്ന ആ സ്ഥലം അല്ലെങ്കിൽ ആ ഇരിപ്പിടത്തെ 3 വിധത്തിൽ നാം ഈ നാളുകളിൽ ദൈവഹിതപ്രകാരം ചിന്തിക്കുവാൻ പോവുകയാണ്. முதலாவது அந்த கிறிஸ்து அமர்ந்திருக்கிற அந்த ஆசனம் சிங்காசனம் என்று சொல்லலாம். ഒന്നാമതായി യേശു ഇരിക്കുന്ന ആ ഇരിപ്പിടം ആസനം സിംഹാസനം എന്ന് വിളിക്കാം. இரண்டாவதாக இயேசு கிறிஸ்து உட்கார்ந்திருக்கும் அந்த ஆசனத்தை கிருபாசனம் என்று சொல்லலாம். രണ്ടാമതായി കർത്താവായ യേശു ക്രിസ്തു ഇരിക്കുന്ന ആ ഇരിപ്പിടത്തെ സിംഹാസനം എന്ന് വിളിക്കാം. மூன்றாவதாக இயேசு கிறிஸ்து உட்கார்ந்திருக்கும் அந்த ஆசனத்தை நியாயாசனம் என்று சொல்லலாம். മൂന്നാമതായി യേശു ക്രിസ്തു ഇരിക്കുന്ന ആ സ്ഥലത്തെ ന്യായാസനം എന്ന് വിളിക്കാം. ஆண்டவருடைய நாமத்திற்கு மகிமை உண்டாகட்டும். ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. சிங்காசனத்திலே அவர் ராஜாதி ராஜாவாக அவர் அமர்ந்திருக்கிறார். സിംഹാസനത്തിൽ അവൻ രാജാതി രാജാവായി ഇരിക്കുന്നു. கிருபாசனத்திலே மகா பிரதான ஆசாரியனாக அவர் அமர்ந்திருக்கிறார். കൃപാസനത്തിൽ അവൻ മഹാപുരോഹിതൻ എന്ന വണ്ണം ഇരിക്കുന്നു. நியாயாசனத்திலே அவர் நியாயம் தீர்க்கிறவராக நீதி செய்கிறவராக அவர் அமர்ந்திருக்கிறார். ന്യായാസനത്തിൽ അവൻ ഒരു ന്യായാധിപനെ പോലെ നീതി നടപ്പാക്കുന്ന വ്യക്തിയെ പോലെ ഇരിക്കുന്നു. ஆண்டவருடைய நாமத்திற்கு மகிமை உண்டாகட்டும். ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ஒரே நபர்தான், ஆனால் வித்தியாசமான ஸ்தானங்களிலே வித்தியாசமான அனுபவங்களிலே இயேசுவை நாம் காண முடியும். അതേ ഒരു വ്യക്തി തന്നെയെങ്കിലും വ്യത്യസ്തമായ ആ പദവിയോടും കൂടെ വ്യത്യസ്തമായ സ്ഥാനത്തോടും കൂടെ നമുക്ക് യേശുവിനെ കാണുവാൻ സാധിക്കുന്നു. ஒரு டாக்டர் இருக்கிறார் என்று வைத்துக் கொள்ளுங்கள். ഒരു ഡോക്ടറിനെ കണക്കാക്കുക. அவர் ஹாஸ்பிட்டல் இருக்கும்போது அவரை டாக்டர் என்று எல்லாரும் அழைக்கிறார்கள். താൻ ആശുപത്രിയിലായിരിക്കുമ്പോൾ അദ്ദേഹത്തെ ഡോക്ടർ എന്ന് എല്ലാവരും വിളിക്കും. வீட்டுக்கு வந்த பிறகு அவரை டாக்டர் என்று கூப்பிடுகிறது இல்லை. എന്നാൽ വീട്ടിൽ വന്നതിന് ശേഷം ഡോക്ടർ എന്നല്ല അദ്ദേഹത്തെ വിളിക്കുന്നത്. வீட்டுக்கு வந்த பிறகு பிள்ளைகள் டாடி என்று கூப்பிடுகிறார்கள். തന്റെ മക്കൾ ഡാഡി എന്ന് വിളിക്കും. ஆண்டவருடைய நாமத்திற்கு மகிமை உண்டாகட்டும். ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. அதே டாக்டர் சபைக்கு ஆராதனைக்கு வருவார் என்றால், എന്നാൽ അതേ ഡോക്ടർ സഭയിൽ ആരാധനയ്ക്കായി വരുമ്പോഴോ அவர் விசுவாசி என்று அறியப்படுகிறார். അതെ, അദ്ദേഹം ഒരു വിശ്വാസി എന്നാണ് അറിയപ്പെടുന്നത്. கர்த்தருக்குள் பிரியமான சகோதரன் என்று அழைக்கிறோம். ആ കർത്താവിൽ പ്രിയം വെച്ച സഹോദരൻ എന്ന് വിളിക്കും. ஆண்டவருடைய நாமத்திற்கு மகிமை உண்டாகட்டும். കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ஒரே நபர்தான், ഒരു വ്യക്തി തന്നെ குடும்பத்திலே தகப்பனாக இருக்கிறார். ഭവനത്തിൽ അദ്ദേഹം പിതാവാകുന്നു. வேலை ஸ்தலத்திலே ஒரு டாக்டராக இருக்கிறார். തന്റെ ജോലി സ്ഥലത്ത് താൻ ഡോക്ടർ എന്നറിയപ്പെടുന്നു. அவர் சர்ச்சுக்கு வரும்பொழுது ஒரு நல்ல விசுவாசி என்று அழைக்கப்படுகிறார். എന്നാൽ സഭയിൽ വരുമ്പോൾ ഒരു ഉത്തമനായ വിശ്വാസി എന്ന് വിളിക്കപ്പെടുന്നു. கர்த்தருடைய நாமத்திற்கு மகிமை உண்டாகட்டும். ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. இவ்விதமாக தேவனுடைய வலது பார்சத்திலே உட்கார்ந்திருக்கிற இயேசுவை குறித்து நாம் சிந்திக்க போகிறோம். ഈ വിധത്തിൽ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന യേശുവിനെ കുറിച്ച് നാം ചിന്തിക്കുവാൻ പോവുകയാണ്. முதலாவது நாளிலே இன்றைக்கு சிங்காசனத்திலே உட்கார்ந்திருக்கிற இயேசுவை குறித்து உங்கள் மத்தியிலே உங்கள் கவனத்தை திருப்பும்படியாக விரும்புகிறேன்.
ഈ ഒന്നാം രാത്രി ദിവസത്തിൽ സിംഹാസനത്തിലിരിക്കുന്ന യേശുവിങ്കിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. மறுபடியுமாக வெளிப்படுத்தின விசேஷம் 3-ാം அதிகாரம் 21-ാം വചനത്തെ വാസിപ്പോം. വീണ്ടും വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം വായിക്കാം. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എന്റെ പിതാവിനോട് കൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. நான் ஜெயம் கொண்டு என் பிதாவினுடைய சிங்காசனத்திலே அவரோடு கூட உட்கார்ந்தது போல ஜெயம் கொள்ளுகிறவன் எவனும் என்னுடைய சிங்காசனத்தில் என்னோட கூட உட்காரும்படிக்கு அருள் செய்வேன். ஆண்டவருடைய பரிசுத்த நாமத்திற்கு மகிமை உண்டாகட்டும். ദൈവത്തിന്റെ വിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. യേശു ഉட்கார்ந்த இடத்திலே നാമും കൂടെ ഉட்கார പോകുகிறோம். യേശു ഇരിക്കുന്ന ആ സ്ഥലത്ത് നാമും ഇരിക്കുവാൻ പോവുകയാണ്. എത്ര പേർ ആമേൻ എന്ന് சொல்லுகிறீர்கள்? എത്ര പേർ അതിന് ആമേൻ എന്ന് പറയുന്നു? ആമേൻ എന്ന് சொல்லுகிறவர் ഹല്ലേലൂയ சொல்லலாமா? ആമേൻ എന്ന് പറയുന്നവർ ഒരു ഹല്ലേലൂയ വിളിച്ചാട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. സിസ്റ്റേഴ്സ് சிலர்லாம் கை தூக்கல. സിസ്റ്റേഴ്സ് അധികമായി കൈ ഉയർത്തിയില്ല. அவங்களுக்கு அது நான் சொல்றது விளங்கலைன்னு நினைக்கிறேன். അവർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലെന്ന് തോന്നുന്നു. യേശു ഉட்கார்ந்திருக்கிற അതേ സീറ്റ് எனக்கு கூட கிடைக்கும். യേശു ഇരിക്കുന്ന അതേ സീറ്റ് എനിക്കും ലഭിക്കും. യേശു ഉட்கார்ந்திருக்கிற அந்த വലതു പാർശ്വത്തിലെ நானும் போய் உட்காருவேன். യേശു ഇരിക്കുന്ന ആ വലതുഭാഗത്ത് ഞാനും പോയി ഇരിക്കും. യേശു ഉட்கார்ந்திருக்கிற സിംഹാസനത്തിലെ நானும் போய் உட்காருவேன். യേശു ഇരിക്കുന്ന സിംഹാസനത്തിൽ ഞാനും പോയി ഇരിക്കും. എത്ര പേർ അത് നம்பிக்கை இருக்கிறார்? എത്ര പേർക്ക് ആ പ്രത്യാശയുണ്ട്? அந்த நம்பிக்கை இருக்கிறவர்கள், ആ പ്രത്യാശയുള്ളവർ മറുപടിയും കരം ഉയർത്തി ഒരു ഹല്ലേലൂയ சொல்லுவோம். വീണ്ടും കരമുയർത്തി ഒരു ഹല്ലേലൂയ വിളിച്ചാട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ஆண்டவருடைய நாமத்திற்கு மகிமை உண்டாகட்டும். ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ஆம், இயேசு கிறிஸ்து உட்கார்ந்திருக்கிற சிங்காசனத்திலே நாம் உட்கார போகிறது மகிழ்ச்சியான ஒரு விஷயம். യേശു ക്രിസ്തു ഇരിക്കുന്ന സിംഹാസനത്തിൽ നാം ഇരിക്കുന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ஆனால் அதற்கு சில நிபந்தனைகள் உண்டு. എന്നാൽ അതിന് ചില വ്യവസ്ഥകളുണ്ട്. சில அனுபவங்கள் அதற்கு தேவையாக இருக்கிறது. അതിൽ നാം ചില അനുഭവങ്ങൾ പ്രാപിക്കേണ്ടുന്നത് ആവശ്യമായിരിക്കുന്നു. ஆண்டவருடைய நாமத்திற்கு மகிமை உண்டாவதாக. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. இங்கே அந்த சிங்காசனத்தில் இயேசு எப்படி உட்கார்ந்தார் என்ற விஷயம் சொல்லப்பட்டிருக்கிறது. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു ആ സിംഹാസനത്തിൽ എങ്ങനെ ഇരുന്നു എന്നുള്ള ഇവിടെ പറഞ്ഞപ്പെട്ടിരിക്കുകയാണ്. நான் ஜெயம் கொண்டு என் பிதாவின் சிங்காசனத்திலே உட்கார்ந்தேன். ഞാനും ജയിച്ച് എന്റെ പിതാവിനോടുകൂടി അവന്റെ സിംഹാസനത്തിൽ ഇരുന്നു. அப்படியானால் அந்த சிங்காசனத்திலே உட்கார வேண்டுமானால் ஜெயிக்க வேண்டும். അങ്ങനെയെങ്കിൽ ആ സിംഹാസനത്തിൽ ഇരിക്കണമെങ്കിൽ നാം ജയിക്കണം. கர்த்தருடைய நாமத்திற்கு மகிமை உண்டாகட்டும். ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. கிறிஸ்தவ வாழ்க்கை ஜெயத்தின் வாழ்க்கையாக இருக்கிறது. ക്രിസ്തീയ ജീവിതം ജയജീവിതമാണ്. கிறிஸ்தவ வாழ்க்கை தோல்வியின் வாழ்க்கை அல்ல. ക്രിസ്തീയ ജീവിതം പരാജയത്തിന്റെ ജീവിതമല്ല. இயேசு என்ற தெய்வத்தை நம்புகிறவர்கள், விசுவாசிக்கிறவர்கள், ஏற்றுக்கொள்கிறவர்கள், தொழுது கொள்கிறவர்கள், அவர்களுடைய வாழ்க்கையிலே தோல்வி இல்லை, ஜெயம்தான் தருகிறார். യേശു എന്ന ദൈവത്തെ വിശ്വസിക്കുന്നവർ, ആ ദൈവത്തെ സ്വീകരിക്കുന്നവർ, ആ ദൈവത്തെ ആരാധിക്കുന്നവരുടെ ജീവിതത്തിൽ തോൽവിയല്ല, ജയമത്രേ ദൈവം നൽകുന്നത്. ஒருவேளை இந்த சாயங்கால வேளையில உங்கள் வாழ்க்கையிலே தோல்விகளோடு நீங்கள் வந்து உட்கார்ந்திருக்கலாம். ഒരുപക്ഷെ ഈ സന്ധ്യാസമയത്ത് ജീവിതത്തിലെ പരാജയങ്ങൾക്ക് ശേഷമായിരിക്കാം നിങ്ങൾ ദൈവത്തിൽ വന്നിരിക്കുന്നത്. உங்களுடைய ஆவிக்குரிய வாழ்க்கை தோல்வியாக இருக்கலாம். നിങ്ങളുടെ ആത്മീയ ജീവിതം പരാജയമായിരിക്കാം. ஆம், உங்களுடைய குடும்ப வாழ்க்கை தோல்வியாக இருக்கலாம். നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഒരുപക്ഷെ തോൽവിയായിരിക്കാം. உங்களுடைய படிப்பு விஷயத்திலே நீங்கள் தோற்று போயிருக்கலாம். നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ നിങ്ങൾ പരാജയമടഞ്ഞിരിക്കാം. இல்லாவிட்டால் உங்களுடைய வேலை ஸ்தலத்திலே நீங்கள் தோற்று போயிருக்கலாம். അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് പരാജയം നേരിട്ടിരിക്കാം. உங்களுடைய பிசினஸ்ல நீங்கள் தோல்வி அடைந்திருக்கலாம். നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ പരാജയപ്പെട്ടിരിക്കാം. தோல்வி அடைந்த மனிதனாக நான் இங்கே உட்கார்ந்து கொண்டிருக்கிறேன் என்று நீங்கள் எண்ணிக்கொண்டிருக்கலாம். അതേ പരാജയപ്പെട്ട ഒരു വ്യക്തിയായി ഞാൻ ഇവിടെ ഇരിക്കുന്നു എന്ന് നിങ്ങൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം. தோல்வியின் மேல் தோல்வி எனக்கு வந்து கொண்டே இருக்கிறது. പരാജയത്തിന്മേൽ പരാജയം എന്റെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. என் வாழ்க்கையிலே நான் வெற்றி பெறுவேன் என்ற நம்பிக்கை எனக்கு இல்லை. എനിക്ക് ജയം പ്രാപിക്കാമെന്നുള്ള ആ പ്രത്യാശ എനിക്കില്ല. நான் மிகுந்த சோர்ந்து போயிருக்கிறேன். ഞാൻ വളരെയേറെ നിരാശപ്പെട്ടിരിക്കുന്നു. இந்த உலக வாழ்க்கை எனக்கு வெறுப்பாக இருக்கிறது. ഈ ലോക ജീവിതം ഞാൻ വെറുത്തിരിക്കുന്നു. இந்த உலகத்திலே வாழ்வதை விட நான் இந்த உலகத்தை விட்டு கடந்து போவதை தெரிந்து கொள்ளவே விரும்புகிறேன். ഈ ലോകത്തിൽ ജീവിക്കുന്നതിലും ഈ ലോകം വിട്ട് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ஆண்டவருடைய நாமத்திற்கு மகிமை உண்டாகட்டும். കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. அப்படி யாராகிலும் உங்களுடைய வாழ்க்கையிலே சலிப்புள்ளவர்களாய் உட்கார்ந்திருக்கிறீர்களா?
അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ചിന്താകുലമായി നിങ്ങൾ ഇരിക്കുന്നു, என் வாழ்க்கை தோல்வியாக இருக்கிறது, എന്റെ ജീവിതം പരാജയം ആണ്, பிரிந்த குடும்பமாக உங்கள் குடும்பம் காணப்படலாம், എന്റെ കുടുംബ ജീവിതത്തിൽ ഞാൻ വേർപെട്ടിരിക്കുന്നു, പിരിഞ്ഞിരിക്കുന്നു, எங்கள் குடும்பத்திலே சமாதானம் இல்லை, എന്റെ കുടുംബ ജീവിതത്തിൽ സമാധാനമില്ല, குடும்பத்திலே ஐக்கியம் இல்லை, എന്റെ കുടുംബത്തിൽ ഐക്യതയില്ല, குடும்பத்திலே சந்தோஷம் இல்லை, കുടുംബത്തിൽ സന്തോഷമില്ല, நாங்கள் குடும்பத்திலே பிரிந்திருக்கிறோம். ഇപ്പോൾ ഞങ്ങൾ കുടുംബ ജീവിതത്തിൽ ഞങ്ങൾ വേർപെട്ടിരിക്കുന്നു. ஆம், பல தோல்வியுள்ள அனுபவங்கள் உங்களுடைய வாழ்க்கையிலே நீங்கள் அடைந்தவர்களாக தேவ சமூகத்திலே வந்திருக்கலாம். എന്നാൽ ഇങ്ങനെ വിവിധ തരത്തിലുള്ള പരാജയങ്ങൾ നേരിട്ട് നിങ്ങൾ ദൈവസന്നിധിയിൽ വന്നിരിക്കാം. இந்த மாலையிலே எங்களுக்கு ஒரு நற்செய்தி உண்டு. എന്നാൽ ഇന്ന് ഈ സന്ധ്യാസമയത്ത് നിങ്ങൾക്കൊരു സദ്വർത്തമാനമുണ്ട്. വിശ്വാസിക്കുന്നവர்களுக்கு அந்த நல்ல செய்தியை நாங்கள் கொண்டு வந்திருக்கிறோம். അതേ, വിശ്വസിക്കുന്നവർക്ക് നല്ല സന്ദേശം ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. நீங்கள் தேவனுடைய வார்த்தையை நீங்கள் விசுவாசிக்க கூடுமானால், നിങ്ങൾക്ക് ദൈവവചനം വിശ്വസിപ്പാൻ കഴിയുമെങ്കിൽ, தேவனுடைய வார்த்தையை அப்படியே நீங்கள் ஏற்றுக்கொள்ள கூடுமானால், ആ ദൈവവചനത്തെ നിങ്ങൾക്ക് ആ വിധത്തിൽ കൈക്കൊള്ളുവാൻ കഴിയുന്നുവെങ്കിൽ, உங்களுடைய தோல்விகள் எல்லாம் இயேசு ஜெயமாக மாற்ற முடியும். നിങ്ങളുടെ തോൽവികളെല്ലാം പരാജയങ്ങളെല്ലാം യേശുവിനെ ജയമാക്കി തീർക്കുവാൻ കഴിയും. எந்த இடத்திலே நீங்கள் தோற்றீர்களோ, ഏത് സ്ഥാനത്ത് നിങ്ങൾ പരാജയപ്പെട്ടോ, ஆம், எந்த சூழ்நிலையிலே நீங்கள் தோற்றீர்களோ, ഏത് സാഹചര്യത്തിലാണോ നിങ്ങൾക്ക് പരാജയം നേരിട്ടത്, அதே இடத்திலே ஆண்டவர் உங்களுக்கு வெற்றியை தரும்படியாக இந்த முதலாம் நாளிலே வல்லமையுள்ளவராய் ஜெயம் கொண்டவராய் கடந்து வந்திருக்கிறார். അതേ വിഷയത്തിൽ തന്നെ നിങ്ങൾക്ക് ജയം നൽകുവാൻ ദൈവം സർവശക്തനായി കടന്നു വന്നിരിക്കുകയാണ്. ஆண்டவருடைய நாமத்திற்கு மகிமை உண்டாகட்டும். ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ஆம், பிரியமானவர்களே, உங்களுடைய தோல்விகள் எல்லாம் அவர் ஜெயமாக்குவார் என்பதை நாங்கள் ஒருமுறை கூட ஆணித்தரமாக சொல்ல விரும்புகிறோம். അതേ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ തോൽവികളെയെല്ലാം ദൈവം ജയമാക്കി തീർക്കുമെന്ന് ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ തറപ്പിച്ച് പറയട്ടെ. உங்களுக்கு ஒரு சிங்காசனத்தை ஆண்டவர் கொண்டு வந்திருக்கிறார். നിങ്ങൾക്കായി ഒരു സിംഹാസനത്തെ ദൈവം കൊണ്ടുവന്നിരിക്കുന്നു. ஆம், உங்களுக்கு ஒரு ஜெயத்தை ஆண்டவர் கொண்டு வந்திருக்கிறார். നിങ്ങൾക്ക് ഒരു ജയം ദൈവം കൊണ്ടുവന്നിരിക്കുന്നു. அவருடைய ஜெயத்தை அவர் நமக்கு தருகிறார். അവൻ ദൈവത്തിന്റെ ജയം തന്നെ അവൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നു. ஆண்டவருடைய நாமத்திற்கு மகிமை உண்டாகட்டும். ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. இயேசு ஜெயித்தது போல நாமும் ஜெயிக்க வேண்டும். യേശു ജയിച്ചതുപോലെ തന്നെ നാമും ജയിക്കേണ്ടത് ആവശ്യമാണ്. இயேசு அவர் ஜெயம் கொண்டு அந்த சிங்காசனத்தில் போய் அமர்ந்தார். യേശു ജയം പ്രാപിച്ച് സിംഹാസനത്തിൽ ഇരുന്നു. ஆண்டவருடைய பரிசுத்த நாமத்திற்கு மகிமை உண்டாவதாக. കർത്താവിന്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. இயேசு கிறிஸ்து பாவத்தை ஜெயித்தார் என்று நாம் காணலாம். യേശു ക്രിസ്തു പാപത്തെ ജയിച്ചു നമുക്ക് കാണുവാൻ സാധിക്കുന്നു. இயேசு கிறிஸ்து உலகத்தை ஜெயித்தார் என்று நாம் பார்க்கலாம். യേശു ക്രിസ്തു ലോകത്തെ ജയിച്ചു നമുക്ക് കാണുവാൻ സാധിക്കുന്നു. இயேசு கிறிஸ்து அவர் மரணத்தை ஜெயித்தார் என்று வேதம் சொல்லுகிறது. യേശു ക്രിസ്തു മരണത്തെയും ജയിച്ചു എന്ന് തിരുവചനം പറയുന്നു. இயேசு கிறிஸ்து பாதாளத்தை அவர் ஜெயித்தவர். യേശു ക്രിസ്തു പാതാളത്തെയും ജയിച്ചവൻ. ஆம், அவர் எல்லா வல்லமைகளையும் அவர் ஜெயித்தார் என்று நாம் பார்க்கிறோம். അതേ, അവൻ മറ്റു സർവ്വ ശക്തികളെയും ജയിച്ചു എന്ന് നാം കാണുന്നു. இன்றைக்கு ஒரு அருமையான சாட்சியை நாம் கேட்டோம். ഇന്ന് നല്ല ഒരു സാക്ഷി നാം കേട്ടു. திருவனந்தபுரத்திலிருந்து வந்த சகோதரன் ஒரு அருமையான சாட்சி நம்முடைய மத்தியிலே சொல்லி கர்த்தரை மகிமைப்படுத்தினார். അതേ, തിരുവനന്തപുരത്ത് നിന്ന് വന്ന സഹോദരൻ ഒരു നല്ല സാക്ഷി നമ്മുടെ മധ്യത്തിൽ പറഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്തി. தேவன் வியாதியிலிருந்து അത്ഭുതமான സുഖത്തെ കൊടുത്താർ. അതേ, ദൈവം രോഗത്തിൽ നിന്ന് അത്ഭുതകരമായി സൗഖ്യം കൊടുത്തു. അവർക്ക് സുഖത്തെ കൊടുത്തത് മാത്രമല്ല, ആ വ്യക്തിക്ക് സൗഖ്യം കൊടുത്തു എന്ന് മാത്രമല്ല, അവരുടെ മകൾക്കും കൂടെ സുഖത്തെ കൊടുത്താർ എന്ന് നാം കേട്ടു. തന്റെ മകൾക്കും കൂടെ ദൈവം സൗഖ്യം കൊടുത്തു എന്ന് നാം കേട്ടല്ലോ. சில நேரங்களிலே ஆண்டவர் செய்கிறதான அற்புதங்களை மனிதர்கள் நம்ப முடியாத அளவுக்கு அவர் செய்கிறார். അതേ, ചില സമയത്ത് ദൈവം പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങൾ മനുഷ്യർക്ക് വിശ്വസിപ്പാൻ കഴിയാത്ത വിധത്തിൽ ദൈവം അത്ഭുതം மனிதனுடைய புத்திக்கு அறிவுக்கு எட்டாத காரியங்களை தேவன் செய்கிறதை நாம் பார்க்க முடியும். അതേ, മനുഷ്യന്റെ അറിവിനും ജ്ഞാനത്തിനും ഉൾക്കൊള്ളുവാൻ കഴിയാത്ത വലിയ അത്ഭുതങ്ങളെ ദൈവം ചെയ്യുന്നു. வியாதியை ஜெயிக்க முடியும். അതേ, രോഗത്തെ ജയിക്കുവാൻ സാധിക്കും. இந்த முதல் நாளிலே ஆண்டவர் நமக்கு சொல்லுகிற விஷயம், நீங்கள் எல்லாவற்றையும் ஜெயிக்க முடியும் என்பதுதான். അതെ, ഇന്ന് ഈ സന്ധ്യാസമയത്തും ഈ ഒന്നാം രാത്രിയിലും ദൈവം നമ്മോട് പറയുന്നത് നിങ്ങൾക്ക് സകലത്തെയും ജയിക്കുവാൻ കഴിയുമെന്നുള്ള വിഷയമാണ്. தேவனுடைய வலது பாரிசத்திலே, பிதாவின் வலது பாரிசத்திலே இயேசு உட்கார்ந்தார். യേശു പിതാവിന്റെ വലതുഭാഗത്ത് ഇരുന്നു. அவர் உட்கார்ந்தார்னா அதுக்கு எனக்கு என்ன லாபம்? അതെ, അവനവിടെ ഇരുന്നത് കൊണ്ട് എനിക്കെന്താ നേട്ടം? இயேசு தேவனுடைய வலது பாரிசம் உட்கார்ந்தால் எனக்கு என்ன நன்மை? യേശു പിതാവിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരുന്നത് കൊണ്ട് എനിക്കെന്താണ് ഗുണം? பிரியமானவர்களே, நீங்கள் அதிலே விசுவாசிக்கும் பொழுது
அந்த ஆசீர்வாதங்கள் உங்களுக்கு சொந்தமாக மாறுகிறது. അതേ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അത് വിശ്വസിക്കുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് അവകാശമായി തീരും. ஆம், அதனால தான் சொன்னார் பரிசுத்த பவுல், பூமியில் உள்ளவைகளை அல்ல മേലാനവകിലേ നാടുകൾ എന്ന് சொன்னார். അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് ചിന്തിപ്പീൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. கிறிஸ்து தேவனுடைய வலது பாரிசத்திலே வீற்றிருக்கிற இடத்திலுள்ள മേലാനവകളെ നാടുകൾ. അതെ, യേശു ക്രിസ്തു ഇരിക്കുന്ന ആ പിതാവിന്റെ വലതുഭാഗമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. കൊലോസ്യർക്ക് എഴുതിയ നിരുപം 3-ാം അധികാരം മുതൽ 2 വചനങ്ങളെ നാം വാസിപ്പോം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ ആദ്യ 2 വാക്യങ്ങളിൽ നമുക്കത് വായിക്കാം. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. நீங்கள் கிறிஸ்துவுடனே கூட எழுந்ததுண்டானால் கிறிஸ்து தேவனுடைய வலது பாரிசத்தில் வீற்றிருக்கும் இடத்திலுள்ள மேலானவைகளே தேடுங்கள், பூமியில் உள்ளவைகளை அல்ல மேலானவைகளே நாடுங்கள். தேவனுடைய வலது பாரிசத்தில் என்ன இருக்கிறது? ആ ദൈവത്തിന്റെ വലതുഭാഗത്ത് എന്താണുള്ളത്? സിംഹാസനം இருக்கிறது. അവിടെ സിംഹാസനമുണ്ട്. தேவனுடைய வலது பாரிசத்தில் என்ன இருக்கிறது? ആ ദൈവത്തിന്റെ വലതുഭാഗത്ത് മറ്റെന്തുണ്ട്? ജയം இருக்கிறது. അവിടെ ജയമുണ്ട്. இந்த முதலாம் நாளிலே அந்த சிங்காசனத்திலே உட்கார்ந்த இயேசுவை நாம் விசுவாசிக்கும் பொழுது நாமும் கூட அவரை போல எல்லாவற்றையும் ஜெயிக்கிறவர்களாய் மாறுகிறோம். അതെ, ഈ സന്ധ്യാസമയത്ത് ആ സിംഹാസനത്തിൽ ഇരുന്ന യേശുവിനെ നാം വിശ്വസിക്കുമ്പോൾ അവനെ പോലെ നാമും ജയാളികളായി മാറ്റപ്പെടുകയാണ്. உங்களோடு போராடி கொண்டிருக்கிற வல்லமைகளை பார்த்து சொல்லுங்கள், நான் உன்னை ஜெயிப்பேன் என்று சொல்லுங்கள். നിങ്ങളോട് പോരാടുന്ന ശക്തികളെ നോക്കിക്കൊണ്ട് ഇപ്രകാരം പറയുക, ഞാൻ നിന്നെ ജയിക്കും. பிசாசின் வல்லமைகளை பார்த்து சொல்லுங்கள், உன்னை நான் ஜெயிப்பேன் என்று சொல்லுங்கள். പിശാചിന്റെ ശക്തികളെ നോക്കി പറയുക, നിന്നെ ഞാൻ ജയിക്കും. பிரச்சனைகளை பார்த்து சொல்லுங்கள், உன்னை நான் ஜெயிப்பேன் என்று சொல்லுங்கள். നേരിടുന്ന പ്രശ്നങ്ങളെ നോക്കി പറയുക, ഞാൻ നിന്നെ ജയിക്കും. வியாதியை பார்த்து சொல்லுங்கள், உன்னை நான் ஜெயிப்பேன் என்று சொல்லுங்கள். ലോകത്തെ നോക്കി പറയുക, ഞാൻ നിന്നെ ജയിക്കും. ஆண்டவருடைய நாமத்திற்கு மகிமை உண்டாகட்டும். ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. தேவனுடைய வலது பாரிசத்தில் இருக்கிற மேலானவைகளையே நாடுங்கள். ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്ന വലതുഭാഗമായ ഉയരത്തിലുള്ളത് ചിന്തിപ്പീൻ. இன்றைக்கு கர்த்தர் உங்களுக்கு ஜெயத்தை தந்து அனுப்ப போகிறார். അതെ, ഇന്ന് ദൈവം നിങ്ങൾക്ക് ജയം നൽകി നിങ്ങളെ അയക്കുവാൻ പോവുകയാണ്. உங்களை சிங்காசனத்தில் உட்கார வைக்க போகிறார். നിങ്ങളെ സിംഹാസനത്തിൽ ഇരുത്തുവാൻ പോവുകയാണ്. இயேசு உட்கார்ந்திருக்கிற அதே சிங்காசனத்திலே நீங்கள் உட்கார போகிறீர்கள். യേശു വരുന്ന അതേ സിംഹാസനത്തിൽ നിങ്ങളും ഇരിക്കുവാൻ പോവുകയാണ്. ஒருவேளை பிரச்சனைகள் பெரிதாக இருக்கலாம், ഒരുപക്ഷെ പ്രശ്നങ്ങൾ വലുതായിരിക്കാം. ஆம், பிரியமான உங்களை நம்பிக்கையை நீங்கள் இழந்தவர்களாக இருக்கலாம். പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പ്രത്യാശ നഷ്ടപ്പെട്ടിരിക്കാം. தேவனுடைய வசனம் மாற்றமில்லாததா இருக்கிறது. എന്നാൽ ദൈവവചനത്തിനു മാറ്റമില്ല. வானமும் பூமியும் ஒழிந்து போனாலும் என்னுடைய வார்த்தைகள் ஒழிந்து போவதே இல்லை. ഈ ആകാശവും ഭൂമിയും നീങ്ങിപ്പോയാലും എന്റെ വചനത്തിന് മാറ്റം വരികയില്ല. இயேசுவின் வார்த்தை விசுவாசிக்கிறவர்கள் வெட்கப்பட்டு போகிறதில்லை. യേശുവിന്റെ വചനത്തിൽ വിശ്വസിക്കുന്നവർ ലജ്ജിച്ചു പോവുകയില്ല. என் ஜனங்கள் ஒருபோதும் வெட்கப்பட்டு போவதில்லை. എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോവുകയില്ല. ஆண்டவருடைய நாமத்திற்கு மகிமை உண்டாகட்டும். ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. தேவன் உட்கார்ந்திருக்கிற அந்த வலது வாரிசத்திலே உட்கார்ந்திருக்கிற அந்த இடத்திற்கு பெயர் സിംഹാസനം. അതെ, ദൈവം ഇരിക്കുന്ന ആ സ്ഥലം, ആ വലതുഭാഗത്തിന്റെ പേർ സിംഹാസനം. இயேசு சொன்னார், நான் உலகத்தை ஜெயித்தேன் என்று சொன்னார். യേശു പറഞ്ഞു, ഞാൻ ലോകത്തെ ജയിച്ചു. யோவான் சுவிசேஷத்திலே 16-ாம் அதிகாரம் 33-ாம் வசனம் இவ்விதமாக சொல்லுகிறது. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 33-ാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ஜெயிச்சிருക്കുന്നു എന്ന് പറഞ്ഞു. என்னிடத்தில் உங்களுக்கு சமாதானம் உண்டாயிருக்கும் பொருட்டு இவைகளை உங்களுக்கு சொன்னேன். உலகத்தில் உங்களுக்கு உபத்திரவம் உண்டு, ஆனாலும் திடன் கொள்ளுங்கள், நான் உலகத்தை ஜெயித்தேன் என்றார். நான் உலகத்தை ஜெயித்தேன் என்றார். ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. இயேசு உலகத்தை அவர் ஜெயித்திருக்கிறார். യേശു ലോകത്തെ ജയിച്ചിരിക്കുന്നു. யோவான் அப்போஸ்தலன் இவ்விதமாக கூறுகிறார். യോഹന്നാൻ അപ്പോസ്തലൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു. 1 யோவான் 5-ாம் அதிகாரத்திலே வாசிக்கும் பொழுது 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ 4-ാം വചനത്തിലെ വിധമായി വാസിக்கிறோം. 4-ാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. தேவனால் பிறப்பது எல்லாம் உலகத்தை ஜெயிக்கும், நம்முடைய விசுவாசமே உலகத்தை ஜெயிக்கிற ஜெயம். ஆம், உலகத்தை ஜெயிப்பதற்கு என்ன வேண்டும்? ലോകത്തെ ജയിക്കുവാൻ എന്താണ് ആവശ്യമായിരിക്കുന്നത്? படித்திருக்க வேண்டுமா? படித்திருக்க வேண்டுமா? വിദ്യാഭ്യാസം ആവശ്യമാണോ? இல்லாவிட்டால் பணக்காரனாக இருக்க வேண்டுமா? അതോ ഒരു സമ്പന്നനായി തീരണമോ? பிரியமானவர்களே,
உலகத்தை ஜெயிப்பதற்கு இங்கே ஒரு காரியம் சொல்லப்பட்டிருக்கிறார். അതെ പ്രിയമുള്ളവരെ, ലോകത്തെ ജയിക്കുവാൻ ആവശ്യമായിരിക്കുന്ന ഒരു കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നു. யார் உலகத்தை ஜெயிப்பார்கள்? ആർ ലോകത്തെ ജയിക്കും? சோதனைகளை யார் ஜெயிப்பார்கள்? പരിശോധനകളെ ആർ ജയിക്കും? பிரச்சனைகளை யார் ஜெயிப்பார்கள்? പ്രശ്നങ്ങളെ ആർ ജയിക്കും? பிசாசை யார் ஜெயிப்பார்கள்? സാത്താനെ ആർ ജയിക്കും? உலகத்தை யார் ஜெயிக்க முடியும்? ലോകത്തെ ആർക്ക് ജയിക്കുവാൻ കഴിയും? தேவனால் பிறப்பதெல்லாம் உலகத்தை ஜெயிக்கும். ദൈവത്തിൽ നിന്ന് ജനിച്ചവരൊക്കെയും ലോകത്തെ ജയിക്കുന്നു. அப்படியானால் உலகத்தை ஒரு மனிதன் ஜெயிக்க முடியும். അങ്ങനെ ஆனால் அந்த மனிதன் மறுபடியும் பிறந்தவனாக மாற வேண்டும். അതെ, ഒരു വ്യക്തിക്ക് ലോകത്തെ ജയിക്കുവാൻ കഴിയും, എന്നാൽ അവൻ വീണ്ടും ജനനം പ്രാപിക്കണം. தேவனால் பிறப்பதெல்லாம் உலகத்தை ஜெயிக்கும். ദൈവത്തിൽ നിന്ന് ജനിച്ചവനൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ஒரு நாள் நிக்கோதேமு என்கிற ஒரு பெரிய போதகன் യേശുവിடത്തിലെ இரவிலே வந்தார். ഒരിക്കൽ നിക്കോദിമോസ് എന്നൊരു വലിയ ഉപദേഷ്ടാവ് യേശുവിന്റെ അടുക്കൽ രാത്രി സമയം വന്നു. சமுதாயத்தில் ஒரு பெரிய மனுஷன், സമൂഹത്തിൽ ഒരു വലിയ വ്യക്തി, അവൻ ഒരു பெரிய அதிகாரி என்று சொல்லப்பட்டிருக்கிறார். താൻ വലിയ അധികാര സ്ഥാനത്തിരുന്ന ഒരു വ്യക്തിയാണ്. அவன் ஒரு ரகசிய சீஷனாக இருந்தார். അവൻ ഒരു രഹസ്യ ശിഷ്യനായിരുന്നു. இயேசுவை வெளிப்படையாக அவர் பின்பற்றவில்லை. യേശുവിനെ പ്രത്യക്ഷത്തിൽ അനുഗമിച്ചില്ല. രഹസ്യமாக യേശുவை பின்பற்றினார். എന്നാൽ അവൻ യേശുവിനെ രഹസ്യമായി അനുഗമിച്ച വ്യക്തിയാണ്. இரவிலே இயேசுவை வந்து சந்தித்ததாக வேதம் சொல்லுகிறது. രാത്രിയിൽ യേശുവിനെ വന്ന് കണ്ടതായി ദൈവവചനം പറയുന്നു. இயேசு அந்த மனிதனிடத்திலே இவ்விதமாக சொன்னார், நிக்கோதேமுவே, நீ மறுபடியும் பிறக்க வேண்டும் என்று சொன்னார். അതേ, യേശു ആ വ്യക്തിയോട് ഇപ്രകാരം പറഞ്ഞു, നിക്കോദിമോസേ, നീ പുതുതായി ജനിക്കണം. ஆண்டவருடைய நாமத்திற்கு மகிமை உண்டாகட்டும். ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. உங்களுடைய வாழ்க்கையில ஏன் தோல்வி இருக்கிறது? നിങ്ങളുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് പരാജയമുള്ളത്? மனிதனுடைய வாழ்க்கையில ஏன் தோல்வி இருக்கிறது? മനുഷ്യ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് പരാജയങ്ങൾ സംഭവിക്കുന്നത്? பிரியமானவர்களே, அவன் தேவனால் பிறக்க வேண்டும். അതേ പ്രിയമുള്ളവരെ, അവൻ ദൈവത്തിൽ നിന്ന് ജനിക്കണം. தேவனால் பிறக்காத எந்த மனிதனுடைய வாழ்க்கையும் தோல்வியுள்ள வாழ்க்கையைத்தான் முடியும். അതേ, ദൈവത്തിൽ ജനിക്കാത്ത ഏതൊരു വ്യക്തിയുടെയും ജീവിതം പരാജയമായി തന്നെ അവസാനിക്കും. தோல்வியிலிருந்து தோல்விக்கு அவர்கள் போய்கொண்டே இருக்கிறார். പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക് അവർ നീങ്ങിക്കൊണ്ടിരിക്കും. இந்த தோல்வியை ஜெயமாக்குவது எப்படி? ഈ തോൽവിയെ ജയമാക്കി മാറ്റുന്നത് എങ്ങനെ? தேவனால் பிறப்பது, ദൈവത്തിൽ നിന്ന് ജനിക്കുന്നതിനാൽ. அது ஒரு விசேஷமான ஒரு அனுபவம். അത് മഹത്വകരമായ ഒരു അനുഭവമാണ്. இயேசு கிறிஸ்து நிக்கோதேமுக்கு அதைத்தான் சொல்லிக் கொடுத்தார். യേശു ക്രിസ്തു നിക്കോദിമോസിനോട് അത് തന്നെയാണ് പറഞ്ഞു കൊടുത്തത്. யோவான் சுவிசேஷம் 3-ம் அதிகாரம் 5-ാം വചനത്തിലെ നാം വായിക്കും പൊഴുது, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ, 3-ാം വചനവും 5-ാം വചനവും വായിക്കുക. 3-ാം വാക്യവും 5-ാം വാക്യവും വായിക്കാം. യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. இயேசு அவனுக்கு பிரதியுத்தரமாக, ஒருவன் மறுபடியும் பிறவாவிட்டால் தேவனுடைய ராஜ்யத்தை காண மாட்டான் என்று மெய்யாகவே மெய்யாகவே உனக்கு சொல்லுகிறேன் என்றார். இயேசு பிரதியுத்தரமாக, ஒருவன் ஜலத்தினாலும் ஆவியினாலும் பிறவாவிட்டால் தேவனுடைய ராஜ்யத்தில் பிரவேசிக்க மாட்டான் என்று மெய்யாகவே மெய்யாகவே உனக்கு சொல்லுகிறேன். தேவனால் பிறப்பதெல்லாம் உலகத்தை ஜெயிக்கும். ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കും. വേദം ജയത്തെ പെற்றுകൊള്ള അരുമயான വഴിയെ சொல்லுகிறார். അതേ, ദൈവവചനം ജയം പ്രാപിപ്പാനുള്ള ഒരു നല്ല വഴിയെ പറഞ്ഞിരിക്കുകയാണ്. இந்த உலகத்திலே எந்த மனிதனும் ஒரு வெற்றியை எல்லா பகுதியிலும் பெற்றுக்கொள்ள முடியும். അതെ, ഈ ലോകത്തിൽ ഒരു മനുഷ്യന് എല്ലാ മേഖലകളിലും ജയം പ്രാപിപ്പാൻ കഴിയും. அதுக்கு ஒரு ரகசியம் இருக்கிறது. അതിന് ഒരു മർമ്മമുണ്ട്. அந்த ரகசியம் என்ன? ആ മർമ്മം എന്താണ്? அவன் தேவனால் பிறந்தவனாய் இருக்க வேண்டும். അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനായിരിക്കണം. தேவனால் பிறப்பது என்றால் என்ன? ദൈവത്തിൽ നിന്ന് ജനിക്കുക എന്നാൽ എന്താണ്? அதைத்தான் இயேசு மறுபடியும் பிறக்க வேண்டும் என்று சொல்லுகிறார். അതാണ് യേശു പുതുതായി ജനിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. அதைத்தான் ரட்சிப்பு என்று சொல்லுகிறோம். അതിനെയാണ് രക്ഷിപ്പെന്ന് പറയുന്നത്. பாவ மன்னிப்பு என்று சொல்லுகிறோம். അത് പാപമോചനം എന്ന് പറയുന്നു. ஆண்டவருடைய பரிசுத்த நாமத்திற்கு மகிமை உண்டாகட்டும். ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. பிரியமான, தன் பாவங்களை மறைக்கிறவன் வாழ்வடைய மாட்டான். അതേ, തന്റെ ലംഘനത്തെ മറക്കുന്നവൻ ശുഭം വരികയില്ല. அவைகளை அறிக்கை செய்து விட்டு விடுகிறவனோ இரக்கம் பெறுவான். അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. நம்முடைய பாவங்களை நாம் அறிக்கை செய்வோமானால், നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ, ஓ இயேசு கிறிஸ்துவின் ரத்தம் நம்முடைய எல்லா பாவங்களையும் நீக்கி நம்மை கழுவி சுத்திகரிக்கிறது. അതേ, യേശു ക്രിസ്തുവിന്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. வாழ்க்கையிலே ஜெயத்தை பெற்றுக்கொள்ள எவ்வளவு
அவ்வளவு எளிதான ஒரு வழியை பைபிள் நமக்கு சொல்லுகிறது. അതേ ജീവിതത്തിൽ വിജയം പ്രാപിപ്പാൻ വളരെ എളുപ്പമുള്ളൊരു മാർഗമാണ് ബൈബിൾ നമ്മളോട് പറയുന്നത്. நீங்கள் சிலுவையை நோக்கி பார்த்தால் போதும். എന്നാൽ നിങ്ങൾ ചിലരെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, சிலுவை ക്രൂശിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, இயேசுவின் காயங்களை நோக்கி பார்த்தால் போதும். യേശുവിന്റെ ശരീരത്തിലെ മുറിവുകളെ നോക്കിയാൽ മതി. இயேசுவின் ரத்தத்தை நீங்கள் நோக்கி பார்த்தால் போதும். യേശുവിന്റെ രക്തത്തിൽ നിങ്ങൾ നോക്കിയാൽ മതി. புதிதாக யாராவது இங்கே வந்திருக்கிறீர்களா? പുതിയതായി ആരെങ്കിലും ഈ കൂട്ടത്തിൽ വന്നിട്ടുണ്ടോ? உங்களுக்கு வெற்றியுள்ள வாழ்க்கை வேண்டுமா? നിങ്ങൾക്കൊരു ജയ ജീവിതം വേണമോ? உங்களுடைய பிரச்சனைகளிலிருந்து உங்களுக்கு ஒரு ஜெயம் வேண்டுமா? നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ജയം വേണമോ? ஒருவேளை மந்திர சக்தியினால் நீங்கள் பாதிக்கப்பட்டிருக்கலாம். മന്ത്രവാദ ശക്തികളാൽ നിങ്ങൾ അലട്ടപ്പെടുന്നു. பிசாசு உங்களோடு போராடி கொண்டிருக்கலாம். പിശാച് നിങ്ങളോട് പോരാടിക്കൊണ്ടിരിക്കുന്നുവോ? நீங்கள் பயமும் நடுக்கமும் உள்ளவர்களாக நீங்கள் வாழ்ந்து கொண்டிருக்கலாம். ആ ജീവിതത്തിൽ ഭയവും നടുക്കത്തോടും കൂടെ നിങ്ങൾ മുൻപോട്ട് പോകുമായിരിക്കാം. நீங்கள் சிலுவையை நோக்கி பார்த்தால் போதும். എന്നാൽ നിങ്ങൾ ക്രൂശിലേക്ക് നോക്കിയാൽ മതി. அவருடைய முள் கிரீடத்தை நோக்கி பார்த்தால் போதும். അതേ, യേശുവിന്റെ മുൾക്കിരീടത്തെ നോക്കിയാൽ മതി. இயேசுவின் தழும்புகளை நோக்கி பாருங்கள். യേശുവിന്റെ അടിപ്പിണരുകളെ നോക്കി കാണുക. இயேசுவின் சிலுவையை நோக்கி பாருங்கள். യേശുവിന്റെ ക്രൂശിനെ നോക്കുക. ஒரு நிமிஷம் நாம் எல்லாரும் சிலுவையை நோக்கி பார்க்க போகிறோம். ഒരു നിമിഷം നാം എല്ലാവരും ആ ക്രൂശിനെ നോക്കുവാൻ நம்முடைய கண்களை நாம் மூடுவோமா? എല്ലാവരും കണ്ണുകൾ അടയ്ക്കുക. உங்களுடைய வாழ்க்கையிலே ஆண்டவர் இன்றைக்கு வெற்றியை தரப்போகிறார். നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇന്ന് ജയം തരുവാൻ പോകുകയാണ്. பிரியமானவர்களே, தன் பாவங்களை மறைக்கிறவன் வாழ்வடைய மாட்டான். ലംഘനം മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. அவைகளை அறிக்கை செய்து விட்டு விடுகிறவனோ இரக்கம் பெறுவான். അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. பாவங்களை நாம் அறிக்கை செய்வோமானால், പാവങ്ങളെ നാം ഏറ്റുപറയുന്നുവെങ്കിൽ இயேசுவின் ரத்தம் நம்மை கழுவி சுத்திகரிக்கிறது. യേശുവിന്റെ രക്തം നമ്മെ കഴുകി ശുദ്ധീകരിക്കും. இங்கே வந்திருக்கிறவர்கள் சிலுவையை நோக்கி பார்ப்போமாக. ഇവിടെ വന്നിരിക്കുന്നവരെല്ലാം ക്രൂശിനെ നോക്കി കാണുക. இயேசுவின் அந்த முள் கிரீடத்தை நோக்கி பாருங்கள். യേശുവിന്റെ ആ മുൾക്കിരീടത്തെ നിങ്ങൾ നോക്കുക. அவருடைய முதுகை நோக்கி பாருங்கள். അവന്റെ പുറം നിങ്ങൾ നോക്കുക. வாரினால் அடிக்கப்பட்டிருக்கிறது. അതേ, ചാട്ടുവാറിനാൽ അടിക്കപ്പെട്ടു. நிலத்தினால் உழப்பட்டது போல. അതേ, നിലം ഉഴുതു മറിച്ചതുപോലെ இயேசுவின் முதுகு உழப்பட்டிருக்கிறது. യേശുവിന്റെ പുറം ഉഴുന്നു മറിക്കപ്പെട്ടു. இயேசுவின் கைகளில் ஆணிகள் அடிக்கப்பட்டது. യേശുവിന്റെ കൈകളിൽ ആണി തറയ്ക്കപ്പെട്ടു. இயேசுவின் கால்களில் ஆணிகள் அடிக்கப்பட்டது. യേശുവിന്റെ കാലുകളിൽ ആണി തറയ്ക്കപ്പെട്ടു. இயேசுவின் விலாவிலே ஈட்டினால் குத்தப்பட்டது. യേശുവിന്റെ വിലാപ്പുറത്ത് ഒരു കുന്തം കൊണ്ട് കുത്തി മുറിവേൽപ്പിച്ചു. 3 ஆணிகளிலே இயேசு தொங்கிக் கொண்டிருக்கிறார். ഇതാ യേശു 3 ആണിമേൽ തൂങ്ങിക്കിടക്കുന്നു. தன்னுடைய கடைசி சொட்டு ரத்தத்தையும் சிந்தினவராக, അതേ, തന്റെ പുണ്യാഗ രക്തത്തെ അവൻ നമുക്ക് വേണ്ടി ചൊരിഞ്ഞു. சிலுவையை நோக்கி பாருங்கள். അതേപ്പോൾ ക്രൂശിലേക്ക് നോക്കുക. இயேசுவே என்னை கழுவும் என்று சொல்லுங்கள். യേശുവേ എന്നെ കഴുകണമേ എന്ന് പറയുക. இயேசுவே என்னை கழுவும் என்று சொல்லுங்கள். യേശുവേ എന്നെ കഴുകണമേ എന്ന് പറയുക. ரத்தத்தினால் என்னை கழுவும் என்று சொல்லுங்கள். നിന്റെ രക്തത്താൽ എന്നെ കഴുകണമേ എന്ന് പറയുക. தலையிலே இருந்து உள்ளங்கால் வரையும் இயேசுவின் ரத்தம் நம்மை கழுவுவதாக. ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ യേശുവിന്റെ രക്തം നമ്മെ കഴുകുകയാണ്. பிசாசின் வல்லமைகளை ஜெயிப்பாய். ആ പിശാചിന്റെ ശക്തികളെ ജയിക്കാം. வியாதியின் வல்லமைகளை நீ ஜெயிப்பாய். രോഗത്തിന്റെ ശക്തികളെ നിനക്ക് ജയിക്കാം. உலகத்தை நீ ஜெயிப்பாய். ആ ലോകത്തെ നീ ജയിക്കും. உன்னுடைய வாழ்க்கையில எங்கே தோல்வி இருக்கிறதோ அங்கே நீ ஜெயத்தை பெற்றுக்கொள்ள முடியும். നിന്റെ ജീവിതത്തിൽ എവിടെല്ലാം തോൽവി നിനക്ക് നേരിട്ടോ നിനക്ക് എവിടെയെല്ലാം ജയം പ്രാപിപ്പാൻ കഴിയും. கர்த்தர் உனக்கு ஜெயத்தை தரும்படியாக வந்திருக்கிறார். അതേ, കർത്താവ് നമുക്ക് ജയം നൽകുവാൻ നമ്മുടെ മധ്യത്തിൽ വന്നിരിക്കുന്നു. இயேசுவின் ரத்தம் உங்கள் மேல் விழுவதாக. യേശുവിന്റെ രക്തം നമ്മെ വിടുവിക്കുന്നു. இயேசுவின் ரத்தம் உங்கள் மேல் விழுவதாக. യേശുവിന്റെ രക്തം നിങ്ങളുടെ മേൽ പകരപ്പെടുന്നു. இயேசுவின் ரத்தம் உங்கள் மேல் தெளிக்கப்படட்டும். യേശുവിന്റെ രക്തം നിങ്ങളുടെ മേൽ തളിക്കപ്പെടട്ടെ. சொட்டு சொட்டாக. അതേ, തുള്ളി തുള്ളിയായി, சொட்டு சொட்டாக, ധാരധാരയായി சிலுவையை நோக்கி பாருங்கள். ആ ക്രൂശിലേക്ക് നമുക്ക് നോക്കാം. இதோ அவருடைய ரத்தம் உங்கள் மேல் விழுகிறது. അതേ, ഇതാ ആ തന്റെ രക്തം നിങ്ങളുടെ മേൽ വീണുകൊണ്ടിരിക്കുകയാണ്. நீங்கள் ஜெயிக்கிறீர்கள். നിങ്ങൾ ജയിക്കും. நீங்கள் ஜெயிக்கிறீர்கள். നിങ്ങൾ ജയിക്കും. நீங்கள் ஜெயிக்கிறீர்கள். നിങ്ങൾ ജയം പ്രാപിക്കും. நீங்கள் ஜெயிக்கிறீர்கள். നിങ്ങൾ ജയിക്കും. உங்களுக்கு தோல்வி இல்லை. ഇല്ല, നിനക്ക് പരാജയമില്ല. உனக்கு தோல்வி இல்லை. നിന്റെ ജീവിതത്തിൽ പരാജയമില്ല. நீ வெட்கப்பட்டு போவதில்லை. നീ ലജ്ജിച്ചു പോകുകയില്ല. நீ வெட்கப்பட்டு போவதில்லை. നീ ലജ്ജിച്ചു പോകുകയില്ല. அவரை நோக்கி பார்த்தார்கள். നീ അവനെ നോക്കുന്നുവെങ്കിൽ அவருடைய முகங்கள் பிரகாசம் அடைந்தது. അതേ, അവങ്കിലേക്ക് നോക്കിയവരുടെ മുഖം പ്രകാശിച്ചു. அவருடைய முகங்கள் வெட்கமடையவில்லை. അവർ ലജ്ജിച്ചു പോയില്ല. ஹல்லேலூயா, ஹல்லேலூயா. ஆமென் ஆண்டவரே. ஹல்லேலூயா.
இயேசுவே உம்முடைய இரத்தத்தை நோக்கி பார்க்கிறோம், உம்முடைய காயங்களை நோக்கி பார்க்கிறோம், சிலுவையை நோக்கி பார்க்கிறோம். ஹல்லேலூயா ஹல்லேலூயா. உரபகதபகதுரபானிய கதமானிய உரபானிய கதபகதுரமானிய. ஹல்லேலூயா ஹல்லேலூயா. ஆமென் ஆண்டவரே. ஹல்லேலூயா ஹல்லேலூயா. ஆமென். யரபகதபகதுரமானிய உரபகதுரபகதபகதுரமானிய. ஹல்லேலூயா ஹல்லேலூயா. ஆமென். ஆம். கர்த்தர் நம்முடைய நடுவிலே உலாவிக் கொண்டிருக்கிறார். കർത്താവ് നമ്മുടെ മധ്യത്തിൽ നടകൊള്ളുകയാണ്. இயேசுவின் ரத்தம் இங்கே நம்மை ஆளுகை செய்கிறது. യേശുവിന്റെ രക്തം നമ്മുടെ മധ്യത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. இன்றைக்கு நீங்கள் விடுதலை பெறுகிறீர்கள். ഇന്ന് നിങ്ങൾ വിടുതൽ പ്രാപിക്കും. விசுவாசிக்கிறவர்கள் விடுதலை பெறுகிறீர்கள். വിശ്വസിക്കുന്നവർ വിടുതൽ പ്രാപിക്കും. மனுஷன் கொடுக்கிற விடுதலை அல்ல, മനുഷ്യൻ നൽകുന്ന വിടുതലല്ല, மனுஷன் கொடுக்கிற ஜெயம் அல்ல, മനുഷ്യൻ നൽകുന്ന ജയമല്ല, மனுஷன் கொடுக்கிற ஆசீர்வாதம் அல்ல, മനുഷ്യൻ നൽകുന്ന അനുഗ്രഹങ്ങളുമല്ല, உலகம் கொடுக்கிற ஆசீர்வாதம் அல்ல, ലോകപ്രകാരമുള്ള അനുഗ്രഹങ്ങളുമല്ല. தேவாதி தேவன் உங்களை ஆசீர்வதித்துக் கொண்டிருக்கிறார். അതേ ദേവാദി ദൈവം നിങ്ങളെ இந்த അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. தேசத்தை கர்த்தர் ஆசீர்வதித்துக் கொண்டிருக்கிறார். ഈ ദേശത്തെ ദൈവം இந்த അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ஊழியத்தை கர்த்தர் ஆசீர்வதித்துக் கொண்டிருக்கிறார். ഇവിടെയുള്ള വേലയെ ദൈവം இங்க இருக்கிற അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. குடும்பங்களை கர்த்தர் ஆசீர்வதித்துக் கொண்டிருக்கிறார். ഇവിടെയുള്ള കുടുംബങ്ങളെ ദൈവം உங்களுடைய അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. தோல்விகளை கர்த்தர் ஜெயமாக மாற்றிக் கொண்டிருக்கிறார். നിന്റെ പരാജയങ്ങളെ ദൈവം ജയമായി உங்களுடைய இருள் മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. விலகி கொண்டிருக்கிறது. ആ തോൽവി നിന്നിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്. இருள் விலகி கொண்டிருக்கிறது. ഇരുട്ട് നിന്നിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്. வெளிச்சத்தை அவர் தருகிறார். വെളിച്ചത്തെ നിനക്ക് നൽകുന്നു. வெளிச்சத்தை அவர் தருகிறார். വെളിച്ചം അവൻ നൽകുന്നു. அந்தகாரங்கள் நீங்குகிறது. അന്ധകാരത്തെ അവൻ മാറ്റുന്നു. ஆம், சிங்காசனத்திலே அவர் வலது பாரிசத்திலே உட்கார்ந்தார். അതേ സിംഹാസനത്തിൽ അവൻ വലതുഭാഗത്ത് ഇരുന്നു. ஆம், இயேசு எதற்காக உட்கார்ந்தார்? യേശു എന്തിനായി ഇരിക്കുന്നു? மனிதன் ஒவ்வொருவனும் அவரோடு கூட அந்த சிங்காசனத்திலே உட்காரும்படியாகவே அவர் முதலாவதாக எல்லாவற்றையும் ஜெயித்தவர் உட்கார்ந்தார். അതെ, ഓരോ മനുഷ്യരും തന്നോടുകൂടെ ആ സിംഹാസനത്തിൽ ഇരിക്കേണ്ടതിനാണ് യേശു സകലത്തെയും ജയിച്ച് ഒന്നാമതായി സിംഹാസനത്തിൽ ഇരുന്നത്. நீங்கள் பாவத்தை ஜெயிக்க முடியும். നിങ്ങൾക്ക് പാപത്തെ ജയിപ്പാൻ കഴിയും. நீங்கள் உலகத்தை ஜெயிக்க முடியும். നിങ്ങൾക്ക് ലോകത്തെ ജയിപ്പാൻ കഴിയും. நீங்கள் മാംസத்தை ஜெயிக்க முடியும். നിങ്ങൾക്ക് ജഡത്തെ ജയിപ്പാൻ കഴിയും. நீங்கள் மரணத்தை ஜெயிப்பீர்கள். നിങ്ങൾ മരണത്തെയും ജയിക്കും. நீங்கள் பிசாசை ஜெயிப்பீர்கள். നിങ്ങൾ പിശാചിനെയും ജയിക്കും. நீங்கள் பாதாளத்தை ஜெயிப்பீர்கள். നിങ്ങൾ പാതാളത്തെയും ജയിക്കും. ஆம், ஏனென்றால் அவர் தேவனுடைய வலது பார்சத்திலே உட்கார்ந்து இருக்கிறார். കാരണം എന്തെന്നാൽ അവൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. இயேசுவின் ஜெயம் நம்முடைய ஜெயம். യേശുവിന്റെ ജയം നമ്മുടെയും ജയം. இயேசுவின் ஜெயம் என்னுடைய ஜெயம். യേശുവിന്റെ ജയം എന്റെ ജയം. ஆண்டவருடைய நாமத்திற்கு மகிமை உண்டாகட்டும். ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. இயேசு உட்கார்ந்தார் என்று சொல்லப்பட்டிருக்கிறது. യേശു ഇരുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. அதனுடைய அர்த்தம் என்ன? അതിന്റെ അർത്ഥം എന്താണ്? அந்த சிங்காசனம் அவரை ஏற்றுக்கொண்டது. ആ സിംഹാസനം അവനെ സ്വീകരിച്ചു. ஆம், அந்த சிங்காசனம் அவரை தள்ளிவிடவில்லை. ആ സിംഹാസനം അവനെ ഒരിക്കലും നിഷേധിച്ചില്ല. எல்லாரும் போய் அந்த சிங்காசனத்தில் உட்கார முடியாது. എല്ലാവർക്കും പോയി ആ സിംഹാസനത്തിൽ ഇരിപ്പാൻ കഴിയുകയില്ല. கிறிஸ்தவர்கள் எல்லாரும் அந்த சிங்காசனத்தில் உட்கார முடியாது. ക്രിസ്ത്യാനികൾക്ക് എല്ലാവർക്കും ആ സിംഹാസനത്തിൽ ഇരിപ്പാൻ കഴിയുകയില്ല. பிரியமானவர்களே, கிறிஸ்தவ குடும்பத்தில் பிறந்ததினால் அந்த சிங்காசனத்தில் போய் உட்கார முடியாது. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടും ആ സിംഹാസനത്തിൽ ഇരിപ്പാൻ കഴിയുകയില്ല. பாரம்பரியமான குடும்பத்தை சேர்ந்தவர்களாய் இருப்பதனால் அந்த சிங்காசனத்தில் போய் உட்கார முடியாது. പാരമ്പര്യ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടും ആ സിംഹാസനത്തിൽ ഇരിപ്പാൻ കഴിയുകയില്ല. கிறிஸ்துவை போன்ற ஒரு பரிசுத்த வாழ்க்கையை நாம் செய்ய வேண்டும். ക്രിസ്തുവിനെ പോലെ ഒരു പരിശുദ്ധ ജീവിതം നാം നയിക്കണം. ஆவி ஆத்துமா சரீரத்திலே கிறிஸ்துவை போல ஒரு பரிசுத்த வாழ்க்கை நாம் செய்ய வேண்டும். ദേഹം ദേഹിയാത്മാവിൽ ക്രിസ്തുവിനെ പോലെ ഒരു വിശുദ്ധ ജീവിതം നാം നയിക്കണം. அதற்காக தான் மறுபடியும் பிறக்க வேண்டும். അതിനുവേണ്ടിയാണ് നാം പുതുതായി ജനിക്കേണ്ടുന്നത്. அதற்காக தான் ஜலத்தினாலே நாம் பிறக்க வேண்டும். അതിനായി നാം വെള്ളത്താൽ ജനിക്കണം. முழுகி ஞானஸ்நானம் எடுக்க வேண்டும். അതേ, മുഴുകൽ സ്നാനം നാം എടുക്കണം. ஆண்டவருடைய நாமத்திற்கு மகிமை உண்டாகட்டும். ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. இயேசு யோர்தான் நதியிலே முழுகி அவர் ஞானஸ்நானம் பெற்றுக்கொண்டார். അതേ, യേശു യോർദാൻ നദിയിൽ വെള്ളത്തിൽ മുങ്ങി സ്നാനമേറ്റു. ஞானஸ்நானம் எடுக்காதவர்கள் யாராவது இங்க உட்கார்ந்து இருக்கிறீர்களா? ഇവിടെ ജലസ്നാനം സ്വീകരിക്കാത്ത ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ? ஞானஸ்நானம் முழுகி நீங்கள் தண்ணீரிலே முழுகி ஞானஸ்நானம் பெறாதவர்கள் யாராவது இங்கிருந்தால் உங்களோடு நாங்கள் பேச விரும்புகிறோம். അതേ, വെള്ളത്തിൽ മുങ്ങി സ്നാനമേൽക്കാത്തവർ ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുവെങ്കിൽ നിങ്ങളോട് സംസാരിപ്പാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. வெற்றி வாழ்க்கை வேண்டுமா?
ജയ ജീവിതം വേണമെങ്കിൽ, எல்லாவற்றையும் நீங்கள் ஜெயிக்க வேண்டுமா, എല്ലാത്തിനെയും നിങ്ങൾക്ക് ജയിക്കണമെങ്കിൽ, உங்கள் வாழ்க்கையிலே வருகிற எல்லா சத்துருக்களையும் நீங்கள் ஜெயிக்க வேண்டுமா, നിങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്ന എല്ലാ ശത്രുക്കളെയും നിങ്ങൾക്ക് ജയിക്കണമോ, நீங்கள் மறுபடியும் பிறக்க வேண்டும். നിങ്ങൾ പുതുതായി ജനിക്കണം. நீங்கள் ஜலத்தினால் பிறக்க வேண்டும். ആ വെള്ളത്തിനാൽ ജനിക്കണം. மதுரையிலே நான் ஊழியம் செய்து கொண்டிருந்த பொழுது, മധുരയിൽ ഞാൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ எங்களுடைய சபையிலே ஒரு டாக்டர் இருந்தார். ഞങ്ങളുടെ സഭയിൽ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. அவர் தான் രക്ഷിക്കപ്പെട്ട വിധത്തെ വിധமாக சொன்னார். താൻ രക്ഷ പ്രാപിച്ച ആ അനുഭവത്തെ ഈ വിധത്തിൽ പറഞ്ഞു. CSI കുടുംബത്തെ சேர்ந்தவர், ഒരു CSI കുടുംബത്തിൽപ്പെട്ട വ്യക്തിയാണ്. தன்னுடைய மெடிசன் படிப்புக்காக அவர் கல்லூரியிலே சேர்ந்தார். തന്റെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിനായി താൻ കോളേജിൽ ചേർന്നു. முதல் ஆண்டிலே அவ்வளவு விசேஷமாக அவருடைய படிப்பு இல்லை. ഒന്നാം വർഷം അങ്ങനെ പ്രത്യേകിച്ച് വലിയ പഠിത്തമൊന്നുമില്ല. ஒரு சாதாரணமான ஒரு ஆவரேஜ் ஸ்டூடெண்டாகவே அந்த MBBS கோர்ஸை அவர் செய்து கொண்டிருந்தார். അങ്ങനെ ഒന്നാം വർഷത്തിൽ ഒരു സാധാരണ കുട്ടിയെ പോലെ തന്റെ വിദ്യാഭ്യാസം താൻ നയിച്ചു. ஆனால் സെക്കൻഡ് ഇയറിലെ അവരുടെ வாழ்க்கை മാറ ആരംഭിച്ചു. എന്നാൽ രണ്ടാം വർഷം മുതൽ തന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിച്ചു തുടങ്ങി. അവരുടെ പഠിപ്പിലെ ரொம்ப சிறப்பாக செய்ய ஆரம்பித்தார். തന്റെ വിദ്യാഭ്യാസം വളരെ ശ്രേഷ്ഠമായി താൻ ചെയ്തു. அவரை அறிந்திருந்த ப்ரொஃபசர்ஸ், அவரை தெரிந்த நண்பர்கள் எல்லாரும், நீ லாஸ்ட் இயர்ல விட இந்த வருஷம் ரொம்ப நல்லா செய்திருக்கே, என்ன காரணம் என்று கேட்டார்கள். അതേ തന്നെ അറിയാവുന്ന പ്രൊഫസേഴ്സും തന്റെ സുഹൃത്തുക്കളും ഒക്കെ മുൻ വർഷങ്ങളെക്കാട്ടിലും നന്നായി ഈ വർഷം നിങ്ങൾ പഠിക്കുന്നല്ലോ, അതിന് കാരണം എന്താണെന്ന് അന്വേഷിച്ചു. அப்பொழுது அவர் சிரித்துக்கொண்டு அவர் இப்படி பதில் சொன்னாராம். അപ്പോൾ താൻ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഉത്തരം പറഞ്ഞു. அவர் சொன்னாராம், ஃபர்ஸ்ட் இயர்ல நான் ஞானஸ்நானம் எடுக்கல, ഒന്നാം വർഷം ഞാൻ ജലസ്നാനം എടുത്തില്ലായിരുന്നു, எனக்கு ரட்சிப்பு கிடையாது, ഞാൻ രക്ഷ പ്രാപിച്ചില്ലായിരുന്നു, கிறிஸ்தவ குடும்பத்திலே தான் பிறந்தேன், ക്രിസ്തീയ കുടുംബത്തിൽ തന്നെയാണ് ജനിച്ചത്, ஆனால் எனக்கு அந்த மறுபடியும் பிறத்தலோ இந்த ஜலத்தினால் பிறக்கின்ற அனுபவங்கள் கிடையாது. എന്നാൽ വീണ്ടും ജനിക്കുന്നതും വെള്ളത്തിനാൽ ജനിക്കുന്നതും ആ അനുഭവം എനിക്കില്ലായിരുന്നു. ஆனால் செகண்ட் இயர்ல என் வாழ்க்கையிலே ஆண்டவரோடு எனக்கு ஒரு தொடர்பு உண்டானது. എന്നാൽ എന്റെ രണ്ടാം വർഷ പഠനത്തിൽ ദൈവത്തോട് എനിക്കൊരു വലിയ ബന്ധമുണ്ടായിരുന്നു. நான் ரட்சிக்கப்பட்டேன், ഞാൻ രക്ഷ പ്രാപിച്ചു, நான் மறுபடியும் பிறந்தேன், ഞാൻ പുതുതായി ജനിച്ചു, நான் ஜலத்தினாலே முழுகி ஞானஸ்நானம் பெற்றேன், ഞാൻ വെള്ളത്തിൽ മുഴുകൽ സ്നാനമേറ്റു. பிரியமானே, அதற்கு பிறகு அவருடைய படிப்பிலே ஒரு ஆசீர்வாதம் உண்டானது. അതേ പ്രിയമുള്ളവരെ, അതിനുശേഷം തന്റെ പഠന കാര്യത്തിൽ വലിയ വിധത്തിൽ അനുഗ്രഹിക്കപ്പെട്ടു. ஆண்டவருடைய நாமத்திற்கு மகிமை உண்டாகட்டும். ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. இன்றைக்கு மதுரை பட்டணத்திலே தனியாக ஒரு பெரிய சொந்தமாக ஒரு ஆஸ்பத்திரி வைத்திருக்கிறார். ഇന്ന് മധുര നഗരത്തിൽ താൻ സ്വന്തമായ ഒരു വലിയ ആശുപത്രി നടത്തിക്കൊണ്ടിരിക്കുന്നു. ஊழியத்திற்கு மிகவும் பிரயோஜனமான ஒரு நபராக கர்த்தர் அவரை ஆசீர்வதித்திருக்கிறார். അതേ വേലയ്ക്ക് വളരെ പ്രയോജനമുള്ള ഒരു വ്യക്തിയായി ദൈവം തന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. பிரியமானவர்களே, நீங்கள் ஜெயிக்க முடியும். പ്രിയമുള്ളവരെ, നിങ്ങൾക്കും ജയിക്കുവാൻ കഴിയും. ஆண்டவருடைய நாமத்திற்கு மகிமை உண்டாகட்டும். ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. முழுகி நீங்கள் ஞானஸ்நானம் பெறுங்கள். നിങ്ങൾ ജലത്തിൽ മുങ്ങി സ്നാനമേൽപ്പീൻ. பிதா குமாரன் பரிசுத்தாவி நாமத்திலே ஞானஸ்நானம் பெறுங்கள். പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനമേൽപ്പീൻ. அபிஷேகம் பெற்ற ஒரு ஊழியருடைய கையிலே ஞானஸ்நானம் பெறுங்கள். അഭിഷിക്തനായ ഒരു ശുശ്രൂഷന്റെ കൈ കീഴിൽ സ്നാനമേൽപ്പീൻ. அப்படியானால் நீ ஜெயிப்பாய். അങ്ങനെയെങ്കിൽ നീ ജയിക്കും. தேவனால் பிறப்பதெல்லாம் உலகத்தை ஜெயிக்கும். ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കും. ஆண்டவருடைய நாமத்திற்கு மகிமை உண்டாகட்டும். ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. மூன்றாவது ஒரு அனுபவம் இருக்கிறது. മൂന്നാമത് മറ്റൊരു അനുഭവമുണ്ട്. அதுதான் ஆவியினாலே பிறப்பது. അതാണ് ആത്മാവിനാലുള്ള ജനനം. அதுதான் அந்நிய பாஷைகளை பேசும் அனுபவம். അതാണ് അന്യഭാഷയിൽ സംസാരിക്കുന്ന അനുഭവം. அதுதான் பெந்தேகோஸ்தின் வல்லமை. അതാണ് പെന്തക്കോസ്തിന്റെ ശക്തി. பிரியமான அந்நிய பாஷையை பெற்றுக்கொள்ளுங்கள். പ്രിയമുള്ളവരെ, അന്യഭാഷയെ പ്രാപിച്ചുകൊള്ളുക. அபிஷேகத்தை பெற்றுக்கொள்ளுங்கள். അഭിഷേകത്തെ പ്രാപിച്ചുകൊള്ളുക. இப்படிப்பட்ட கூட்டங்களை கர்த்தர் எதுக்கு தருகிறார்? ഈ വിധത്തിലുള്ള കൂട്ടങ്ങളൊക്കെ കർത്താവ് എന്തിനാണ് നൽകുന്നത്? நம்முடைய அபிஷேகத்தை நாம் புதுப்பித்துக் கொள்ள வேண்டும். നമ്മുടെ അഭിഷേകത്തെ നാം പുതുക്കേണ്ടതിനാണ്. நம்முடைய உள்ளான பலனை நாம் புதுப்பித்துக் கொள்ள வேண்டும். നമ്മുടെ ആന്തരിക ശക്തിയെ നാം പുതുപ്പിക്കേണ്ടതിനാണ്. நீங்கள் ஆவியினால் நிரப்பப்படும் பொழுது, നിങ്ങൾ ആത്മാവിനാൽ നിറയപ്പെടുമ്പോൾ நீங்கள் ஜெயிக்கிறீர்கள். നിങ്ങൾ ജയം പ്രാപിക്കും. எல்லா வல்லமைகளையும் நீங்கள் ஜெயிக்கிறீர்கள். സകല ശക്തികളെയും നിങ്ങൾ ജയിക്കും. ஆம், பரிசுத்தாவின் அபிஷேகத்தின் மூலமாக நீங்கள் எல்லா வல்லமைகளையும் ஜெயிக்க முடியும். അതേ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾക്ക് എല്ലാ ശക്തികളെയും ജയിപ്പാൻ കഴിയും. ஆண்டவருடைய பரிசுத்த நாமத்திற்கு மகிமை உண்டாகட்டும். കർത്താവിന്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ஆம், இயேசு தேவனுடைய வலது பார்சத்திலே அவர் உட்கார்ந்தார். അതേ, യേശു ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരുന്നു. அங்கே போய் உட்காருவது என்று சொல்லுகிறது
ஒரு உச்சக்கட்டமான ஆவிக்குரிய அனுபவத்தை காண்பிக்கிறார். അതെ, അവിടെ പോയി ഇരിക്കുക എന്നുള്ളത് അത് ഏറ്റവും ഉന്നതമായ ഒരു ആത്മീയ അനുഭവത്തെ കാണിക്കുകയാണ്. യേശു சொன்னார் 30, 60, 100. യേശു ഇപ്രകാരം പറഞ്ഞു 30, 60, 100. விதை விதைத்த பொழுது சில விதை 30 வந்தது, சில விதை 60 വന്നത്, ചില വിதை 100 വന്നത്. അതേ, വിത്ത് വിതച്ചപ്പോൾ ചില വിത്തുകൾ 30 മേനി ഫലം നൽകി, ചിലത് 60 മേനി ഫലം നൽകി, എന്നാൽ മറ്റു ചിലത് 100 മേനിയും ഫലം നൽകി. அந்த சிங்காசனத்தில் உட்கார வேண்டுமானால் 100க்கு 100 பலன் கொடுக்க வேண்டும். അതേ, ആ സിംഹാസനത്തിൽ നാം ഇരിക്കണമെങ്കിൽ 100ക്ക് 100% ഫലം നാം കൊടുക്കണം. 30% നാം ആണ്ടവർക്കാக ജീവിത്താൽ പോരാது. 30% കർത്താവിന് വേണ്ടി ജീവിച്ചാൽ പോരാ. 60% കർത്തർക്കാக ജീവിത്താൽ പോരാது. 60% കർത്താവിന് വേണ്ടി ജീവിച്ചാൽ മതിയാകുകയില്ല. 100க்கு 100 ஆண்டவரை நேசித்து பரிசுத்தமாக ஜீவிக்கிறவர்கள் அந்த சிங்காசனத்துக்கு போகிறார். അതേ, 100% കർത്താവിനെ സ്നേഹിച്ച് ജീവിക്കുന്നവർ ആ സിംഹാസനത്തിൽ എത്തിച്ചേരും. அதைத்தான் சியோன் என்று சொல்கிறோம். അതാണ് സിയോൻ എന്ന് പറയപ്പെടുന്നത്. அதைத்தான் புதிய எருசலேம் என்று சொல்கிறோம். അതാണ് പുതിയ യെരൂശലേം എന്ന് പറയുന്നത്. அதுதான் மணவாட்டி சபை என்று சொல்கிறோம். അതത്രേ മണവാട്ടി സഭ എന്ന് പറയപ്പെടുന്നത്. அதைத்தான் ஜெயம் கொண்ட ஆண் பிள்ளை என்று சொல்கிறோம். അതത്രേ ജയം പ്രാപിച്ച ആൺകുട്ടി എന്ന് പറയുന്നത്. அந்த ஆண் பிள்ளை சிங்காசனத்துக்கு எடுத்துக் கொள்ளப்பட்டது. അതേ ആൺകുട്ടി സിംഹാസനത്തിലേക്ക് എടുത്തുകൊള്ളപ്പെട്ടു. ஆண்டவருடைய நாமத்திற்கு மகிமை உண்டாகட்டும். ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ஒரு ஆழமான ஜீவியத்தை கர்த்தர் எதிர்பார்க்கிறார். അതേ, ഒരു ആഴമേറിയ ജീവിതത്തെ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. கர்த்தருடைய வருகையிலே நாம் செல்ல வேண்டுமானால், കർത്താവിന്റെ വരവിൽ നാം കാണപ്പെടണമെങ്കിൽ, சிங்காசனத்திலே தேவனுடைய வலது பார்சத்திலே நாம் அமர்ந்திருக்க வேண்டும் என்றால், ആ സിംഹാസനത്തിൽ ദൈവത്തിന്റെ വലതുഭാഗത്ത് നമുക്ക് ഇരിക്കണമെങ്കിൽ, ஒரு ஆழமான அனுபவத்திற்குள்ளே நாம் போக வேண்டும். ആഴമേറിയ അനുഭവങ്ങളിൽ കൂടെ നാം പോകേണ്ടുന്നത് ആവശ്യമാണ്. கர்த்தருடைய பரிசுத்த நாமத்திற்கு மகிமை உண்டாகட்டும். കർത്താവിന്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. இயேசு ஏற்றுக்கொள்ளப்பட்டார். യേശു എടുത്തുകൊള്ളപ്പെട്ടു. அங்கீகரிக்கப்பட்டார். യേശു അംഗീകരിക്കപ്പെട്ടു. ஒரு பார்க்குக்கு நான் போயிருந்தேன். ഒരിക്കൽ ഞാൻ ഒരു പാർക്കിൽ പോയി. ஒரு தமிழ்நாட்டிலே அது ஒரு சயின்டிபிக் பார்க் என்று சொல்வார்கள். തമിഴ്നാട്ടിൽ അതൊരു സയന്റിഫിക് പാർക്കാണ്. அங்கே விசுவாசிகளுடைய வீட்டிற்கு பக்கத்திலே அது இருக்கிறது. നമ്മുടെ ഒരു വിശ്വാസിയുടെ ഭവനത്തിന് സമീപമായിട്ടാണ് അത് സ്ഥിതി ചെയ്യുന്നത്. அதிலே அது ஒரு ராட்டின மாதிரி சுற்றும் 4 சேர் உள்ள ஒரு வீல், அது அப்படியே சுற்றி கொண்டே இருக்கலாம். അതെ, 4 കസേരയുള്ള ഒരു ചക്രം പോലെ അതിങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. அது எப்படி இருந்தது என்றால், அது கிளாக் வைஸாக சுற்றவில்லை, அதை ஏற்படுத்தினவர்கள் அது ஆன்டி கிளாக் வைஸாக சுற்றும்படியாக வைத்திருந்தார்கள். അത് ക്ലോക്ക് കറങ്ങുന്നത് പോലെ ഇടത്തുനിന്ന് വലത്തോട്ടല്ല, എന്നാൽ തിരിഞ്ഞ് വലത്തുനിന്ന് ഇടത്തോട്ടാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. அப்போ சொன்னார்கள், இதில் உட்காருங்க, நாங்கள் சுற்றுறோம், நீங்க உட்காந்துட்டீங்கன்னா பார்க்கலாம் அப்படின்னு சொன்னார். അതെ, അവരിങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഇതിൽ ഇരിക്കുക, നിങ്ങൾ ഇരുന്നതിന് ശേഷം നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. എന്നെ ഉட்கார வைத்து சுத்தினார்கள். എന്നെ അതിലിരുത്തി ആ ചക്രം തിരിച്ചു. அந்த சேர் என்னை வெளியே தள்ளுகிறது. ആ ചെയർ എന്നെ പുറത്തേക്ക് തള്ളുകയായിരുന്നു. ஏன்னா அது ஆன்டி கிளாக் வைஸ்ல சுத்துகிறது. കാരണം എന്തെന്നാൽ അത് വലത്തുനിന്ന് ഇടത്തോട്ട് തിരിയുന്നത് കൊണ്ടാണ്. யார் உட்கார்ந்தாலும் அதுல உட்கார முடியாது. ആര് അതിലിരുന്നാലും അവർക്ക് അതിലിരിക്കാൻ സാധിക്കുകയില്ല. ஏனால் அது எதிர் திசையிலே சுற்றுகிறபடியால், കാരണം അത് വിപരീത ദിശയിൽ കറങ്ങുന്നത് കൊണ്ടാണ്. அந்த ஸ்பீடு ஆக ஆக தூக்கி வீசிவிடும். അതിന്റെ സ്പീഡ് വർദ്ധിക്കും തോറും അത് എടുത്തെറിയും. தேவனுடைய சிங்காசனம் கூட அப்படித்தான். ദൈവസിംഹാസനവും അങ്ങനെ തന്നെയാണ്. அது எல்லாரையும் ஏற்றுக்கொள்ளாது. അതെല്ലാവരെയും സ്വീകരിക്കുകയില്ല. எதிர்மறையான வாழ்க்கை நீங்கள் செய்து கொண்டிருந்தால், വിപരീതമായ ഒരു ജീവിതത്തെ നീ നയിക്കുന്നുവെങ്കിൽ, தேவனுக்கு எதிராக நீங்கள் ஜீவித்துக் கொண்டிருந்தால், ദൈവത്തിന് വിപരീതമായി നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ, வேதத்துக்கு எதிரான ஒரு வாழ்க்கை உங்கள் வாழ்க்கையாக இருக்குமா, വചനത്തിന് എതിരായ ഒരു ജീവിതം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, அப்படிப்பட்டவர்கள் அதில் உட்கார முடியாது. അങ്ങനെയുള്ളവർക്ക് അതിൽ ഇരിപ്പാൻ സാധിക്കുകയില്ല. ஆண்டவருடைய நாமத்திற்கு மகிமை உண்டாகட்டும். ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ஆனால் இயேசுவை அந்த சிங்காசனம் ஏற்றுக்கொண்டது. യേശുവിനെ ആ സിംഹാസനം കൈക്കൊണ്ടു. அவர் அதிலே உட்கார்ந்தார். അവൻ അതിലിരുന്നു. ஒரு கூட்ட ஜனங்கள் ஏற்றுக்கொள்ளப்படுவார்கள். അങ്ങനെ ഒരു കൂട്ടരും ആ സിംഹാസനത്തിലേക്ക് സ്വീകരിക്കപ്പെടുവാൻ പോവുകയാണ്. கூட்டத்தார் கைவிடப்படுவார்கள். എന്നാൽ ഒരു കൂട്ടരോ കൈവിടപ്പെട്ടു പോകും. ஆண்டவருடைய நாமத்திற்கு மகிமை உண்டாகட்டும். ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ஏற்றுக்கொள்ளப்பட்ட கூட்டத்திலே நாம் காணப்படும்படியாகவே கர்த்தர் விரும்புகிறார். ആ സിംഹാസനത്തിലേക്ക് സ്വീകരിക്കപ്പെട്ട കൂട്ടത്തിൽ നാം കാണപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ஆனபடியால் நாம்
இன்னும் ஆழமான அனுபவங்களுக்காக நம்மை ஒப்புக் கொடுக்க வேண்டும். ആയതിനാൽ ഇനിയും നമ്മുടെ ജീവിതത്തിൽ ആഴമേറിയ ആത്മീയ അനുഭവങ്ങൾക്കായി നാം ദൈവത്തിന് സമർപ്പിക്കണം. இயேசுவை போல மாற விரும்புங்கள். യേശുവിനെ പോലെ മാറ്റപ്പെടുവാൻ ആഗ്രഹിക്കുക. இயேசுவை போல எல்லாவற்றையும் ஜெயிக்க விரும்புங்கள். യേശുവിനെ പോലെ എല്ലാത്തിനെയും ജയിപ്പാൻ ആഗ്രഹിക്കുക. இயேசுவின் ஜெயத்தை விசுவாசியுங்கள். യേശു പ്രാപിച്ച ജയത്തിൽ വിശ്വസിക്കുക. இயேசு உட்கார்ந்திருக்கிற சிங்காசனத்திலே உட்காரும்படியாக ஒவ்வொரு நாளும் பிரயாசப்படுங்கள். യേശു ഇരിക്കുന്ന അതേ സിംഹാസനത്തിൽ ഇരിപ്പാൻ ഓരോ ദിവസവും അധ്വാനിക്കുക. அப்படி பிரயாசப்படாதவர்கள் கைவிடப்படுவார்கள். അങ്ങനെ അതിനായി പോരാടാത്തവർക്ക്, അധ്വാനിക്കാത്തവർക്ക് കൈവിടപ്പെട്ടു പോകും. கைவிடப்பட்ட கூட்டத்திலே ஒருவரும் நாம் காணப்படக்கூடாது. കൈവിടപ്പെട്ടു പോകുന്ന കൂട്ടത്തിൽ നാം ആരും കാണപ്പെടരുത്. நாம் எல்லாரும் ஏற்றுக்கொள்ளப்பட்ட கூட்டத்தில் இருக்க வேண்டும். നാം എല്ലാവരും എടുത്തുകൊള്ളപ്പെട്ട കൂട്ടത്തിൽ കാണപ്പെടണം. ஆண்டவருடைய நாமத்திற்கு மகிமை உண்டாவதாக. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. യേശു சிங்காசனத்திலே உட்கார்ந்தார். യേശു സിംഹാസനത്തിൽ ഇരുന്നു. அவர் ராஜாவாக அவர் உட்கார்ந்திருக்கிறார் என்பதை இந்த இடத்திலே நான் உங்களுக்கு சொல்ல விரும்புகிறேன். അവൻ രാജാവായ സിംഹാസനത്തിൽ ഇരുന്നെന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു രാജാ എന്ന് சொல்லுகிறவன் எல்லாவற்றையும் ஜெயித்தவன். രാജാവ് എന്ന് പറയുമ്പോൾ അവൻ സകലത്തെയും ജയിച്ചവനാണ്. 110 சங்கீதத்திலே நாம் வாசிக்கும் பொழுது 110 സങ്കീർത്തനത്തിൽ നാം വായിക്കുമ്പോൾ முதல் 2 വചനങ്ങളെ നാം വാസിക്കും. ആദ്യ 2 വാക്യങ്ങൾ വായിക്കാം. യഹോവ എന്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലത്തുഭാഗത്തിരിക്കുക. നിന്റെ ബലമുള്ള ചെങ്കോൽ യഹോവ സീയോനിൽ നിന്ന് നീട്ടും. നീ നിന്റെ ശത്രുക്കളുടെ മധ്യേ വാഴുക. கர்த்தர் சீயோனிலிருந்து உமது வல்லமையின் செங்கோலை அனுப்புவார். நீர் உம்முடைய சத்துருக்களின் நடுவே ஆளுகை செய்யும். நீர் உம்முடைய சத்துருக்களின் நடுவே ஆளுகை செய்யும். നീ നിന്റെ ശത്രുക്കളുടെ മധ്യേ വാഴുക. நீர் என்னுடைய வலது பார்சத்திலே உட்கார். നീ എന്റെ വലതുഭാഗത്ത് ഇരിക്കുക. இயேசு கிறிஸ்து உயிர் தெழும்புவார் என்றும் சிங்காசனத்தில் போய் அமர்ந்திருப்பார் என்றும் தீர்க்க தரிசனமாக ദാവീദ് ഇதை കൂറിയിരിக்கிறார். അതേ, യേശു എടുത്തുകൊള്ളപ്പെടുമെന്നും സിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുമെന്നും ദാവീദ് പ്രവചനാത്മകമായി പറഞ്ഞിരിക്കുകയാണ്. ദാവീദ് ഒരു മെയ്പ്പൻ മാത്രമല്ല, രാജാ മാത്രമല്ല, அவன் ஒரு சங்கீதம் பாடுகிறவன் മാത്രമല്ല, ദാവീദ് ഒരു தீர்க்கதரிசி என்பதை அவருடைய சங்கீதங்களை படிக்கும்போது நான் விளங்கிக் கொள்ளலாம். ദാവീദ് ഒരു ഇടയൻ മാത്രമല്ല, ഒരു രാജാവ് മാത്രമല്ല, ഒരു പ്രവാചകൻ, ഒരു സംഗീതജ്ഞൻ മാത്രമല്ല, ഒരു പ്രവാചകൻ എന്നും തന്റെ സങ്കീർത്തനം വായിക്കുന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആണ്ടവരുടെ നാമത്തിற்கு മഹിമ ഉണ്ടാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. இந்த 110 சங்கீதம் தாவீது ஒரு தீர்க்கதரிசி என்பதை சொல்லுகிற ஒரு சங்கீதம். ഈ 110 സങ്കീർത്തനം ദാവീദ് ഒരു പ്രവാചകൻ എന്ന് വെളിപ്പെടുത്തുന്ന സങ്കീർത്തനമാണ്. 3-ാം വചനത്തിലെ പുതിയ ഏർപ്പാട്ട് സഭയെ കുറിച്ച് ദീർഘദർശനം சொல்லியிருக்கிறார். 3-ാം വാക്യത്തിൽ പുതിയ നിയമസഭയെ കുറിച്ച് പ്രവചിച്ചിരിക്കുകയാണ്. 4-ാം വചനത്തിലെ മെൽക്കിസദേക്കിൻ മുറമൈമടിயான ஊழியத்தை பற்றி அவர் ദീർഘദർശനമായി சொல்லியிருக்கிறார். 4-ാം വാക്യത്തിൽ മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള ഒരു പൗരോഹിത്യത്തെ കുറിച്ചും പ്രവചിച്ചിരിക്കുകയാണ്. ദാവീദ് ഒരു സാധാരണமான ഒരു പാട്ടുകാരൻ മാത്രമല്ല. ദാവീദ് സാധാരണക്കാരനായ ഒരു പാട്ടുകാരനല്ല. അവർ ഒരു വലിയ ദീർഘദർശിயாக இருக்கிறார். അതെ, അവൻ വലിയൊരു പ്രവാചകനായിരിക്കുന്നു. യേശു உயிர் தெழும்பி தேவனுடைய வலது பார்சத்திலே உட்காருவார் என்பதை பல ஆண்டுகளுக்கு முன்பதாக, இயேசு பிறப்பதற்கு பல ஆண்டுகளுக்கு முன்பதாகவே அவர் கூறியிருக்கிறார். അതെ, യേശു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ആ സിംഹാസനത്തിൽ ഇരിക്കുമെന്ന് യേശുവിന് വളരെ കാലം മുൻപ് തന്നെ അവൻ പ്രവചിച്ചിരിക്കുന്നു. ആണ്ടവരുടെ നാമത്തിற்கு മഹിമ ഉണ്ടാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. அவருடைய கையிலே வல்லமையின் செங்கோல் இருக்கிறது. തന്റെ കൈകളിൽ അധികാരത്തിന്റെ ശക്തിയുടെ ചെങ്കോലുണ്ട്. அந்த வல்லமையின் செங்கோலை தொடுகிறவர்கள் பாக்கியவான்கள். ആ ബലമുള്ള ചെങ്കോലിനെ സ്പർശിക്കുന്നവർ ഭാഗ്യവാന്മാർ. இந்த முதல் நாளிலே அந்த சிங்காசனத்தில் அமர்ந்திருக்கிற ராஜாதி ராஜாவாகிய அவருடைய செங்கோலின் நுனியை நாம் தொடப்போகிறோம். ഈ ആദ്യ നാളിൽ തന്നെ ആ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ ചെങ്കോലിന്റെ അഗ്രത്തിൽ ഞാൻ തൊടുവാൻ പോവുകയാണ്. இந்த கூட்டம் முடிவதற்கு முன்பதாக, ഈ കൂട്ടം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ அந்த ராஜாதி ராஜா நமக்கு நேராக அவருடைய செங்கோலை நீட்டுகிறார். ആ രാജാതി രാജാവ് നമുക്ക് നേർക്ക് ആ ചെങ്കോൽ നീട്ടുവാൻ പോകുന്നു. സിയോനിലിருந்து വല്ലമയിൻ செங்கோலை அவர் நீட்டுவார். തന്റെ ബലമുള്ള ചെങ്കോൽ യഹോവ സിയോനിൽ നിന്ന് നീട്ടും. பிரியமானவர்களே, பூய பள்ளிக்கு ஆண்டவருடைய செங்கோல் சீயோனிலிருந்து நீட்டப்பட்டிருக்கிறது. അതെ, പ്രിയമുള്ളവരെ,
പൂയപ്പള്ളിക്ക് നേരെ യഹോവ തന്റെ ബലമുള്ള ചെങ്കോൽ നീട്ടിയിരിക്കുന്നു. இந்த முதல் கூட்டத்திலே அந்த ராஜாவு நீட்டியிருக்கிற செங்கோலை நாம் தொட போகிறோம். ഈ ആദ്യ കൂട്ടത്തിൽ തന്നെ രാജാവ് നീട്ടിയിരിക്കുന്ന ചെങ്കോലിനെ ഞാൻ തൊടുവാൻ പോകുകയാണ്. எஸ்தரின் புத்தகத்திற்கு உங்களை கொண்டு செல்ல விரும்புகிறேன். എസ്തറിന്റെ പുസ്തകത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. அங்கே எஸ்தர் ராஜாவுடைய செங்கோலை தொட்ட பொழுது என்ன நடந்தது என்பதை நாம் அறிந்திருக்கிறோம். അതെ, എസ്തർ രാജാവിന്റെ ചെങ്കോലിനെ തൊട്ടപ്പോൾ എന്താണ് സംഭവിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. எஸ்தரின் புத்தகம் 5ஆம் அதிகாரம் 3-4 വചനങ്ങളെ വാസിയുங்கள். എസ്തറിന്റെ പുസ്തകം 5ആം അധ്യായം 3-4 വാക്യങ്ങൾ വായിക്കാം. രാജാവ് അവളോട്, എസ്തേർ രാജ്ഞിയെ, എന്തു വേണം, എന്താകുന്നു നിന്റെ അപേക്ഷ? രാജ്യത്തിൽ പാതിയോളമായാലും നിനക്ക് തരാം എന്ന് പറഞ്ഞു. അതിന് എസ്തേർ, രാജാവിന് തിരുവുള്ളം ഉണ്ടായിട്ട് ഞാൻ ഒരുക്കിയിരിക്കുന്ന വിരുന്നിന് രാജാവും ഹാമാനും ഇന്ന് വരേണം എന്ന് അപേക്ഷിച്ചു. ராஜா அவளை நோக்கி, எஸ்தர் ராஜாத்தியே, உனக்கு என்ன வேண்டும்? நீ கேட்கிற மன்றாட்டு என்ன? நீ ராஜ்யத்தில் பாதி கேட்டாலும் உனக்கு கொடுக்கப்படும் என்றான். அப்பொழுது எஸ்தர், ராஜாவுக்கு சித்தமானால் நான் தமக்கு செய்வித்த விருந்துக்கு ராஜாவும் ஆமானும் இன்றைக்கு வர வேண்டும் என்றாள். தேவனுடைய வலது பார்சத்திலே உட்கார்ந்தார். ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരുന്നു. സിംഹാസനത്തിലെ രാജാതി രാജാവാக உட்கார்ந்தார். സിംഹാസനത്തിൽ രാജാതി രാജാവായി അവൻ ഇരുന്നു. அங்கே இருந்து அவர் സിയോനിലിருந்து വല്ലമയിൻ செங்கோலை அவர் அனுப்புகிறார். അവിടെ നിന്ന് സിയോനിൽ നിന്ന് തന്റെ ബലമുള്ള ചെങ്കോൽ അവൻ നീട്ടുന്നു. இங்கே இந்த எஸ்தர் அந்த ராஜாவுடைய செங்கோலின் நுனியை தொடுகிறார். ഇവിടെ എസ്തർ ആ രാജാവിന്റെ ചെങ്കോലിന്റെ അറ്റത്ത് തൊടുകയാണ്. உனக்கு என்ன வேண்டும்? നിനക്ക് എന്ത് വേണം? நீ கேட்கிற மன்றாட்டு என்ன? നിന്റെ അപേക്ഷ എന്താകുന്നു? ஆண்டவருடைய நாமத்திற்கு மகிமை உண்டாகட்டும். ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. பிரியமானவர்களே, இந்த முதல் கூட்டத்திலே ஆண்டவர் நம்மை பார்த்து அப்படிதான் கேட்கிறார். അതേ പ്രിയമുള്ളവരെ, ഈ ഒന്നാം കൂട്ടത്തിലും കർത്താവ് നമ്മെ നോക്കി അത് തന്നെയാണ് ചോദിക്കുന്നത്. உனக்கு என்ன வேண்டும்? നിനക്ക് എന്താണ് ആവശ്യമായിരിക്കുന്നത്? நீ கேட்கிற மன்றாட்டு என்ன? നിന്റെ അപേക്ഷ എന്താകുന്നു? நீங்கள் விண்ணப்பங்களோடு வந்திருக்கிறீர்கள். നിങ്ങൾ പല അപേക്ഷകളുമായി വന്നിരിക്കുന്നു. சில தேவைகளோடு நீங்கள் പല வந்திருக்கிறீர்கள். ആവശ്യങ്ങളുമായി നിങ്ങൾ വന്നിരിക്കുന്നു. சில பிரச்சனைகளோடு நீங்கள் வந்திருக்கிறீர்கள். പല പ്രശ്നങ്ങളുമായി നിങ്ങൾ വന്നിരിക്കുന്നു. தேவனுடைய சமூகத்துக்கு செல்லும் பொழுது எனக்கு ஆசீர்வாதம் கிடைக்கும் என்று வந்திருக்கிறீர்கள். അതേ ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ എനിക്ക് അനുഗ്രഹം ലഭിക്കുമെന്നുള്ള ചിന്തയോടെ നിങ്ങൾ വന്നിരിക്കുന്നു. தேவ சமூகத்துக்கு வரும் பொழுது எனக்கு ஜெயம் கிடைக்கும் என்று சொல்லி வந்திருக்கிறீர்கள். ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ എനിക്ക് ജയം ലഭിക്കുമെന്ന് പറഞ്ഞ് നിങ്ങൾ വന്നിരിക്കുകയാണ്. தேவன் உங்களை ஒருபொழுது வெறுமையாய் அனுப்புகிறவர் அல்ல. അതേ, കർത്താവ് ഒരു നാൾ നിങ്ങളെ വെറും കൈയായി അയക്കുകയില്ല. உனக்கு என்ன வேண்டும் என்று அந்த ராஜா கேட்கிறார். നിനക്ക് എന്താവശ്യമെന്ന് രാജാവ് ചോദിക്കുന്നു. நீ கேட்கிற மன்றாட்டு என்ன என்று ஆண்டவர் கேட்கிறார். നിന്റെ അപേക്ഷ എന്താകുന്നു എന്ന് ദൈവം ചോദിക്കുന്നു. ஆண்டவருடைய நாமத்திற்கு மகிமை உண்டாகட்டும். ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. இப்பொழுது இந்த பெண் ஒரு பிரச்சனையான நேரத்தில் இருக்கிறார். ഇപ്പോൾ ഈ സ്ത്രീ ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. தன்னுடைய ஜனங்கள் எல்லாரும் அழிந்து போக போகிறார். തന്റെ ജാതി നശിക്കുവാൻ പോവുകയാണ്. ஆம் பிரியமான, ஒரு பெரிய சத்துரு, ஒரு பெரிய வல்லமை அவர்களுக்கு விரோதமாக எழும்பி இருக்கிறது. ഒരു വലിയ ശത്രു, ഒരു വലിയ ശക്തി അവർക്ക് വിരോധമായി എഴുന്നേറ്റിരിക്കുകയാണ്. அந்த வல்லமையை ஜெயிக்க இவருக்கு பலன் இல்லை. എന്നാൽ ആ ശക്തിയെ ജയിക്കുവാനോ ഇവർക്ക് ബലമില്ല. பிரியமானவர்களே, மரணத்தை தவிர வேற வழி இல்லை. അതേ പ്രിയമുള്ളവരെ, മരണമല്ലാതെ മറ്റു വഴിയില്ല. அழிவை தவிர வேற வழி இல்லை. നശിക്കുകയല്ലാതെ മറ്റു വഴിയില്ല. எஸ்தரையும் அவனுடைய குலத்தையும் அந்த சத்ருவானவன் அழிக்க முடியாமல் விரும்புகிறான். എസ്തറിനെയുള്ള ജാതിയെയും ആ ശത്രു നശിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. அப்படிப்பட்ட ஒரு இக்கட்டான நேரத்திலே அந்த சிங்காசனத்திலே உட்கார்ந்திருக்கிற அந்த ராஜாவை நோக்கி அவருடைய செங்கோலின் நுனியை அவள் தொடுகிறாள். അങ്ങനെ ഒരു ആപത്ത് ഘട്ടത്തിലാണ് ആ സിംഹാസനത്തിലിരിക്കുന്ന രാജാവിനെ നോക്കി അവന്റെ ചെങ്കോൽ അവൾ സ്പർശിക്കുന്നത്. ഉനക്ക് என்ன வேண்டும்? നിനക്ക് എന്താണ് ആവശ്യമായിരിക്കുന്നത്? നീ കേൾക്കുന്ന മன்றாட்டு என்ன? നിന്റെ അപേക്ഷ എന്താകുന്നു? ഉന്റെ വിണ്ണപ്പം என்ன? നിന്റെ അപേക്ഷ എന്താകുന്നു? ஆண்டவருடைய நாமத்திற்கு மகிமை உண்டாகட்டும். ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. இந்த ஸ்திரீ, இந்த பெண் சொல்லுகிறதை பாருங்கள். ഈ സ്ത്രീ ആവശ്യപ്പെടുന്നത് നിങ്ങൾ നോക്കുക. டைரக்டாக அவள் விஷயத்துக்கு வரவே இல்லை. ഉടനെ വിഷയം അവൾ അവതരിപ്പിക്കുകയല്ല. ஆமா, இந்த எஸ்தர் அவள் டைரக்டாக விஷயத்துக்கு வரவே இல்லை. അവൾ ആദ്യമേ ആ വിഷയം അവതരിപ്പിക്കുകയല്ല. அவள் என்ன சொல்கிறாள்? അവൾ പറയുന്നത് എന്താണ്? ராஜாவும் ஆமானும் விருந்துக்கு வர வேண்டும். രാജാവും ഹാമാനും വിരുന്നിന് വരണം. ஒரு விருந்து செய்ய போகிறேன். ഒരു വിരുന്നൊരുക്കുവാൻ പോകുന്നു. ஆண்டவருடைய நாமத்திற்கு மகிமை உண்டாகட்டும். ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. உங்களுடைய சத்துருக்களை நீங்கள் ஜெயிக்க வேண்டுமானால், നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾക്ക് ജയിക്കണമെങ്കിൽ, பிசாசை நீங்கள் ஜெயிக்க வேண்டுமானால், ആ പിശാചിനെ നിങ്ങൾക്ക് ജയിക്കണമെങ്കിൽ, சோதனைகளை நீங்கள் ஜெயிக்க வேண்டுமானால்,
പരിശോധനകളെ നിങ്ങൾക്ക് ജയിക്കണമെങ്കിൽ, தோல்வியுள்ள வாழ்க்கை வெற்றியாக மாற வேண்டுமானால், നിങ്ങളുടെ പരാജയത്തിന്റെ ജീവിതം ജയമായി മാറ്റപ്പെടണമെങ്കിൽ, இங்கே ஒரு ரகசியம் நமக்கு சொல்லப்படுகிறது. ഇവിടെ ഒരു രഹസ്യം പറയപ്പെട്ടിരിക്കുകയാണ്. தேவனுக்கு ராஜாவுக்கு நீ ஒரு விருந்தை ஆயத்தப்படுத்த வேண்டும். അതേ, ദൈവത്തിന് രാജാവിന് നീ ഒരു വിരുന്നൊരുക്കണം. இந்த பெண் ஒரு ஞானியாக இருக்கிறார். ഈ സ്ത്രീ, ഈ പെൺകുട്ടി ഒരു ജ്ഞാനിയായി കാണപ്പെടുകയാണ്. ராஜாவுடைய மனசுல அவள் அதை மனசை விளங்கிக் கொள்ளக்கூடியவளாக இருக்கிறார். അതെ, രാജാവിന്റെ മനസ്സിന് ഇവളെ മനസ്സിലാക്കുവാൻ കഴിയുന്ന വിധത്തിലുള്ളവളായി കാണപ്പെടുകയാണ്. பிரியமானே, தன் பிரச்சனைகளை அவர் சொல்ல போகவில்லை. അവളുടെ പ്രശ്നങ്ങൾ ആദ്യം പറയുന്നില്ല. அவள் அங்கே போய் புலம்பி நிற்கவில்லை. അവിടെ പോയി അവൾ കരയുന്നില്ല. அங்கே அவள் மார்பில் அடித்துக்கொண்டு அழவில்லை. മാറത്തടിച്ച് അവൾ കരയുന്നില്ല. அதை விட பெரிய பிரச்சனைகள் அவளுக்கு இருந்தது. എന്നാൽ അതിലും വലിയ പ്രശ്നങ്ങൾ അവളുടെ ജീവിതത്തിലുണ്ട്. ஆனால் அவள் என்ன சொல்கிறாள் பாருங்கள். എന്നാൽ അവൾ എന്താണ് പറയുന്നത് നോക്കുക. ராஜாவுக்கும் ஹாமானுக்கும் ஒரு விருந்தை நான் செய்ய போகிறேன். രാജാവിനും ഹാമാനും ഞാൻ ഒരു വിരുന്ന് ഒരുക്കിയിരിക്കുന്നു. விருந்துக்கு வர வேண்டும். ആ വിരുന്നിന് വരണം. ஆண்டவருடைய நாமத்திற்கு மகிமை உண்டாகட்டும். ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. பிரசங்கியின் புத்தகத்தை வாசிக்கும் பொழுது, സഭാപ്രസംഗി പുസ്തകം നാം വായിക്കുമ്പോൾ 10 அதிகாரம் 19 வசனத்தை வாசியுங்கள். 10 അധ്യായം 19 വാക്യം വായിക്കും. സന്തോഷത്തിനായിട്ട് വിരുന്ന് കഴിക്കുന്നു, വീഞ്ഞ് ജീവനെ ആനന്ദിപ്പിക്കുന്നു. விருந்து சந்தோஷத்திற்கென்று செய்யப்படும், திராட்சரசம் ஜீவனுள்ளோரை களிப்பாக்கும், பணமோ எல்லாவற்றிற்கும் உதவும். இங்கே விருந்தை பற்றி ஞானி இவ்விதமாக சொல்லுகிறார். അതെ, ജ്ഞാനിയായ ശലോമോൻ വിരുന്നിനെ കുറിച്ച് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു. விருந்து சந்தோஷத்திற்கென்று செய்யப்படும், സന്തോഷത്തിനായിട്ട് വിരുന്ന് കഴിക്കുന്നു. திராட்சரசம் ஜீவனுள்ளோரை களிப்பாக்கும், വീഞ്ഞ് ജീവനെ ആനന്ദിപ്പിക്കുന്നു. ஆண்டவருடைய நாமத்திற்கு மகிமை உண்டாகும். ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. விருந்து சந்தோஷத்திற்காக செய்யப்படும். സന്തോഷത്തിനായിട്ട് വിരുന്ന് കഴിക്കുന്നു. இப்பொழுது ராஜாவுக்கு ஒரு விருந்து, ഇപ്പോൾ രാജാവിനായി ഒരു വിരുന്ന്, ஆமானுக்கு ஒரு விருந்து, ഹാമാനും ഒരു വിരുന്ന്. ஆண்டவருடைய நாமத்திற்கு மகிமை உண்டாகட்டும். ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. பிரியமானவர்களே, தேவனை சந்தோஷப்படுத்த கற்றுக்கொள்ள வேண்டும். അതേ പ്രിയമുള്ളവരെ, ദൈവത്തെ സന്തോഷിപ്പിക്കുവാൻ നാം പരിശീലിക്കണം, പഠിക്കണം. ஆம், தேவனை சந்தோஷப்படுத்த அறிந்தவர்கள் அவர்கள் ജയത്തിന്മേൽ ജയത്തെ പെற்றுകൊള്ളുവാർ. തങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ സന്തോഷിപ്പിക്കുവാൻ കഴിയുന്നവർക്ക് ജയത്തിന്മേൽ ജയം പ്രാപിപ്പാൻ കഴിയും. பிரியமான தேவனை நாம் பிரியப்படுத்த சந்தோஷப்படுத்த അറിയാதவர்களாயிருந்தால் நாம் ஜெயத்தை பெற்றுக்கொள்ள முடியாது. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ, അവന്റെ ഉള്ളത്തെ സന്തോഷിപ്പിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമുക്ക് ജയം പ്രാപിപ്പാൻ കഴിയുകയില്ല. ഇവൾ தேவனை பிரியப்படுத்தினாள். ഇവൾ ദൈവത്തെ സന്തോഷിപ്പിക്കുന്നു, പ്രസാദിപ്പിച്ചു. நீங்கள் இந்த முதல் நாள் கூட்டத்திலே ஆண்டவரை பிரியப்படுத்துவேன் என்று தீர்மானம் செய்ய வேண்டும். ഈ ഒന്നാം കൂട്ടത്തിൽ കർത്താവിനെ, ദൈവത്തെ ഞാൻ പ്രസാദിപ്പിക്കുമെന്ന് നിങ്ങൾ തീരുമാനിക്കണം. தேவனை நான் சந்தோஷப்படுத்துவேன் என்று தீர்மானிக்க வேண்டும். ഞാൻ ദൈവത്തെ സന്തോഷിപ്പിക്കുമെന്ന് നിങ്ങൾ തീരുമാനിക്കണം. ஒருபோதும் தேவனை துக்கப்படுத்துகிற காரியங்கள் நம்முடைய வாழ்க்கையிலே இருந்து வரக்கூடாது. ഒരു വിധത്തിലും ദൈവത്തെ ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കരുത്. ஆண்டவருடைய நாமத்திற்கு மகிமை உண்டாகட்டும். ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. பிரியமான தேவனை பிரியப்படுத்துவதற்கு ஜெயம் உண்டு. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർക്ക് ജയമുണ്ട്. தேவனை சந்தோஷப்படுத்துவதற்கு ஜெயம் உண்டு. ദൈവത്തെ സന്തോഷിപ്പിക്കുന്നവർക്ക് ജയമുണ്ട്. பிரியமானவர்களே, தேவனுடைய மனதை விளங்கிக் கொண்டவர்கள் பாக்கியவான்கள். ദൈവത്തിന്റെ മനസ്സറിഞ്ഞവർ ഭാഗ്യവാന്മാർ. தேவனுடைய சித்தத்துக்கு தங்களை ஒப்பு கொடுத்தவர்கள் பாக்கியவான்கள். ദൈവവിഷയത്തിനായി തങ്ങളെ സമർപ്പിച്ചവർ ഭാഗ്യവാന്മാർ. ஆண்டவரை நேசிக்கிறவர்கள் பாக்கியவான்கள். ദൈവത്തെ സ്നേഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. ஆண்டவர் நாம் அவரை நேசிக்க வேண்டும் என்று விரும்புகிறார். ദൈവം നാം തന്നെ സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. முழு இருதயத்தோடும், முழு ஆத்மாவோடும், முழு பலனோடும், முழு சிந்தையோடும் நீ உன் தேவனாகிய கர்த்தரில் அன்பு கூறுவாயாக. മുഴു ഹൃദയത്തോടും മുഴു ആത്മാവോടും മുഴു ശക്തിയോടും ദൈവമായ യഹോവയെ സ്നേഹിക്കണം. எத்தனை பேர் ஆண்டவரை நேசிக்க விரும்புகிறீர்கள்? എത്ര പേർ ദൈവത്തെ സ്നേഹിപ്പാൻ ആഗ്രഹിക്കുന്നു? முழு இருதயத்தோடு எத்தனை பேர் ஆண்டவரை நேசிக்க விரும்புகிறீர்கள்? മുഴു ഹൃദയത്തോടു കൂടെ ദൈവത്തെ സ്നേഹിപ്പാൻ ആഗ്രഹിക്കുന്നു. முழு ஆத்மாவோடு ஆண்டவரை நேசிக்க எத்தனை பேர் விரும்புகிறீர்கள்? മുഴു ആത്മാവോട്, പൂർണ്ണ ആത്മാവോട് കൂടെ ദൈവത്തെ സ്നേഹിപ്പാൻ ആഗ്രഹിക്കുന്നു. முழு பலத்தோடு எத்தனை பேர் கர்த்தரை நேசிக்க விரும்புகிறீர்கள்? പൂർണ്ണ ബലത്തോടെ ദൈവത്തെ സ്നേഹിപ്പാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? அப்படிப்பட்டவர்கள் கரங்களை உயர்த்தி காட்டுங்கள். അങ്ങനെയുള്ളവർ കരങ്ങളെ ഉയർത്തി കാണിക്കുക. ஒரு ஹல்லேலூயா சொல்லுவோமா? ഒരു ഹല്ലേലൂയ വിളിക്കാം. ஹல்லேலூயா, ഹല്ലേലൂയ, ஹல்லேலூயா, ഹല്ലേലൂയ, ஹல்லேலூயா. ഹല്ലേലൂയ. ஜெயத்தை பெற்றுக்கொள்ள
வேறே வழி இல்லவே இல்லை. ജയം പ്രാപിപ്പാൻ ഇതല്ലാതെ മറ്റു വഴിയേയില്ല. பிசாசை ஜெயிக்க வேறே வழி இல்லை. പിശാചിനെ ജയിപ്പാൻ മറ്റു വഴികളൊന്നുമില്ല. உலகத்தை ஜெயிக்க வேறே வழி இல்லை. ആ ലോകത്തെ ജയിപ്പാൻ മറ്റു വഴികളില്ല. இயேசுவை நேசிக்கிறவர்கள் பாக்கியவான்கள். യേശുവിനെ സ്നേഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. ஆம், பரிசுத்தத்தை நேசிக்கிறவர்கள் பாக்கியவான்கள். വിശുദ്ധിയെ സ്നേഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. கர்த்தருடைய வேதத்தை நேசிக்கிறவர்கள் பாக்கியவான்கள். ദൈവവചനത്തെ സ്നേഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. முழு இருதயத்தோடு அவரை நேசிக்கிறவர்கள் பாக்கியவான்கள். പൂർണ്ണ ഹൃദയത്തോടുകൂടെ അവരെ സ്നേഹിക്കുന്നവൻ ഭാഗ്യവാന്മാർ. ஆம், ராஜாவுக்கு விருந்து செய்தார். രാജാവിന് ഒരു വിരുന്നൊരുക്കുന്നു. விருந்து என்றால் அவரை நேசிப்பது, அவரை சந்தோஷப்படுத்துவது, அவரை பிரியப்படுத்துவது என்பதுதான் அர்த்தம். അതേ വിരുന്ന് എന്നുള്ളത് അവനെ സ്നേഹിക്കുന്നത്, അവനെ പ്രസാദിപ്പിക്കുന്നതും അവനെ സന്തോഷിപ്പിക്കുന്നതും എന്നർത്ഥം. இன்றைக்கு முதல் நாளிலே நீங்கள் அந்த தீர்மானத்தை நீங்கள் எடுக்க வேண்டும். ഇന്ന് ഈ ഒന്നാം ദിവസം നിങ്ങൾ ആ തീരുമാനം എടുക്കണം. இயேசுவை நான் அதிகமாய் நேசிக்க போகிறேன். യേശുവിനെ ഞാൻ അധികമായി സ്നേഹിക്കും. பேதுருவை பார்த்து ஆண்டவர் கேட்டார். പത്രോസിനെ നോക്കി കർത്താവ് ചോദിച്ചു, எல்லாரை பார்க்கிலும் அதிகமாய் நீ நேசிக்கிறாய்? നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? எல்லாவற்றை பார்க்கிலும் நீ என்னை அதிகமாய் நேசிக்கிறாய்? മറ്റെല്ലാറ്റിനേക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. ஆம், பிரியமானே, இந்த முதல் கூட்டத்திலே எல்லாரை பார்க்கிலுமே அதிகமாய் நேசிப்பேன் என்று சொல்ல வேண்டும். അതേ പ്രിയമുള്ളവരെ, ഈ രാത്രിയിൽ, ഒന്നാം രാത്രിയിൽ എല്ലാവരെക്കാൾ ഞാൻ അധികമായി നിന്നെ സ്നേഹിക്കുന്നു നാം പറയണം. முழு இதயத்தோடு நான் இயேசுவை நேசிப்பேன் என்று உங்கள் உள்ளத்தின் ആഴത്തിലിருந்து നിങ്ങൾ சொல்லுவீர்களானால், പൂർണ്ണ ഹൃദയത്തോടുകൂടി ഞാൻ യേശുവിനെ സ്നേഹിക്കുമെന്ന് നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിങ്ങൾ പറയുന്നുവെങ്കിൽ, உங்களை எந்த வல்லமையும் ஜெயிக்க முடியாது. നിങ്ങളെ ഒരു ശക്തിക്ക് പരാജയപ്പെടുത്തുവാൻ കഴിയുകയില്ല. எந்த பிசாசும் உங்களை மேற்கொள்ள முடியாது. ഒരു പിശാചിന് നിങ്ങളെ കീഴ്പ്പെടുത്തുവാൻ കഴിയുകയില്ല. இந்த முதல் நாள் கூட்டத்திலே உங்களை அன்பினால் ஆண்டவர் நிரப்பும்படியாய் விரும்புகிறார். ഈ ഒന്നാം കൂട്ടത്തിൽ തന്റെ സ്നേഹത്താൽ നിങ്ങളെ നിറയ്ക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. தேவனுடைய வலது பார்சத்திலே உட்கார்ந்தார். അവൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരുന്നു. சிங்காசனத்திலே உட்கார்ந்திருக்கிறார். അവൻ സിംഹാസനത്തിൽ ഇരിക്കുന്നു. ராஜாவாய் உட்கார்ந்திருக்கிறார். അവൻ രാജാവായി ഇരിക്കുന്നു. அவரை பிரியப்படுத்தும்படியாக எதிர்பார்க்கிறார். അവനെ പ്രസാദിപ്പിക്കുവാൻ അവൻ പ്രതീക്ഷിക്കുന്നു. அவரை நேசிக்கும்படியாக விரும்புகிறார். നാം അവനെ സ്നേഹിപ്പാൻ അവൻ പ്രതീക്ഷിക്കുന്നു. ஆம், இந்த முதல் கூட்டத்திலே அவருடைய அன்பினால் அவருடைய உள்ளங்களை அவர் நிரப்ப விரும்புகிறார். അതേ ഒന്നാം കൂട്ടത്തിൽ തന്റെ സ്നേഹത്താൽ അവൻ നമ്മെ നിറപ്പാൻ ആഗ്രഹിക്കുകയാണ്. இப்பொழுது ராஜாவும் ஆமானும் விருந்துக்கு வந்திருக்கிறார்கள். ഇപ്പോൾ രാജാവും ഹാമാനും വിരുന്നിന് വന്നിരിക്കുന്നു. விருந்து வேகமாக உற்சாகமாக நடந்து கொண்டிருக்கிறது. അതേ വിരുന്ന് വളരെ വേഗത്തിൽ വളരെ ഭംഗിയായി നടത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. எஸ்தரின் புத்தகம் 5ஆம் அதிகாரம் 6ஆம் வசனத்தை வாசியுங்கள். എസ്തറിന്റെ പുസ്തകം 5-ാം അധ്യായം 6-ാം വാക്യം വായിക്കാം. വീഞ്ഞു വരുന്നിൽ രാജാവ് എസ്തേറിനോട്, നിന്റെ അപേക്ഷ എന്ത്? അത് നിനക്ക് ലഭിക്കും. നിന്റെ ആഗ്രഹം എന്ത്? രാജ്യത്തിൽ പാതിയോളമായാലും അത് നിവർത്തിച്ചു തരാം എന്ന് പറഞ്ഞു. விருந்திலே திராட்சரசம் பரிமாறப்படுகையில் ராஜா எஸ்தரை பார்த்து, உன் வேண்டுதல் என்ன? அது உனக்கு கொடுக்கப்படும். நீ கேட்கிறது என்ன? நீ ராஜ்யத்தில் பாதி மட்டும் கேட்டாலும் கிடைக்கும் என்றான். விருந்து நடந்து கொண்டே இருக்கிறது. അതേ വിരുന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. உன் வேண்டுதல் என்ன? നിന്റെ അപേക്ഷ എന്താണ്? உன்னுடைய மன்றாட்டு என்ன? നിന്റെ യാചന എന്താണ്? அது உனக்கு கொடுக்கப்படும். അത് നിനക്ക് നൽകപ്പെടും. அது உனக்கு கொடுக்கப்படும். അത് നിനക്ക് നൽകപ്പെടും. அது உனக்கு தருவார். അത് നിനക്ക് തരും. தேவனால் மட்டும்தான் மனுஷன் கேட்கறதெல்லாம் கொடுக்க முடியும். ദൈവത്തിന് മാത്രമേ മനുഷ്യൻ ചോദിക്കുന്നതൊക്കെ നൽകുവാൻ കഴിയൂ. தகப்பனுடைய அன்புக்கு ஒரு எல்லை உண்டு. അതേ പിതാവിന്റെ സ്നേഹത്തിന് ഒരു അറുതിയുണ്ട്. தாயின் அன்புக்கு ஒரு எல்லை உண்டு. മാതാവിന്റെ സ്നേഹത്തിനും ഒരു അതിരുണ്ട്. நண்பனின் அன்புக்கு ஒரு எல்லை உண்டு. സ്നേഹിതന്റെ സ്നേഹത്തിനും ഒരു അതിരുണ്ട്. ஒரு வைத்தியனின் அன்புக்கு ஒரு எல்லை உண்டு. ഒരു വൈദ്യന്റെ സ്നേഹത്തിന് ഒരു അതിരുണ്ട്. மனுஷனுடைய அன்பிற்கு ஒரு எல்லை இருக்கிறது. അതേ മനുഷ്യന്റെ സ്നേഹത്തിന് ഒരു അതിരുണ്ട് പ്രിയമുള്ളവരെ. தாண்டி அவர்கள் செல்ல முடியாது. എന്നാൽ അതിനപ്പുറം അവർക്ക് പോകുവാൻ സാധിക്കുകയില്ല. ஆனால் தேவனுடைய அன்பு அப்படி அல்ல. എന്നാൽ ദൈവസ്നേഹം ആ വിധത്തിലല്ല. தேவனுடைய அன்பு உங்களை ஆசீர்வதிக்கிற அன்பு. ദൈവസ്നേഹം നിങ്ങളെ അനുഗ്രഹിക്കുന്ന സ്നേഹമാണ്. ஆண்டவருடைய பரிசுத்த நாமத்திற்கு மகிமை உண்டாகட்டும். ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. பிரியமானவர்களே, நீங்கள் கேட்கிறதை அவரால் கொடுக்க முடியும். അതേ പ്രിയമുള്ളവരെ, നിങ്ങൾ ചോദിക്കുന്നത് അവന് നൽകുവാൻ കഴിയും. உங்களுடைய கண்ணீரை அவரால் துடைக்க முடியும். നിങ്ങളുടെ കണ്ണുനീർ അവന് തുടയ്ക്കുവാൻ സാധിക്കും. உங்களுக்கு അത്ഭുതங்களை அவர் செய்ய முடியும். നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുവാൻ അവന് കഴിയും. ஆம், இயற்கைக்கு அப்பாற்பட்ட காரியங்களை அவர் உங்களுக்கு செய்வார். അതേ പ്രകൃതിക്ക് അതീതമായ കാര്യങ്ങൾക്ക് അവൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ കഴിയും. நம்ப முடியாத காரியங்களை அவர் உங்களுக்கு செய்ய முடியும். വിശ്വസിപ്പാൻ കഴിയാത്ത കാര്യങ്ങൾ അവൻ നിനക്ക് വേണ്ടി ചെയ്യും. நீ விசுவாசிக்க கூடுமானால் தேவனுடைய மகிமையை காண்பாய். നിനക്ക് വിശ്വസിപ്പാൻ കഴിഞ്ഞാൽ ദൈവത്തിന്റെ മഹത്വത്തെ നീ കാണും. ஆண்டவருடைய நாமத்திற்கு மகிமை உண்டாகட்டும். ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. உன் வேண்டுதல் என்ன? നിന്റെ അപേക്ഷ എന്താണ്? உன்னுடைய விண்ணப்பம் என்ன? നിന്റെ യാചന എന്താണ്? அது உனக்கு கொடுக்கப்படும். അത് നിനക്ക് നൽകപ്പെടും.
இந்த பெண் பாருங்க, இங்கேயும் அவள் തന്റെ പ്രശ്നയെ சொல்லவில்லை. ഈ പെൺകുട്ടിയെ നോക്കുക, ഈ സന്ദർഭത്തിലും അവളുടെ ആവശ്യം പ്രശ്നം അവൾ പറയുന്നില്ല. இரண்டாவது முறை ராஜா கேட்கிறார். രണ്ടാം പ്രാവശ്യവും രാജാവ് ചോദിക്കുകയാണ്. இரண்டாவது முறையும் അവൾ തன்னுடைய பிரச்சனையை ராஜாவிடத்திலே சொல்லவில்லை. രണ്ടാം പ്രാവശ്യവും അവൾ തന്റെ ആവശ്യം പ്രശ്നം രാജാവിനോട് പറയുന്നില്ല. 8-ാം വചനത്തിൽ അവൾ என்ன சொல்கிறாள்? 8-ാം വാക്യത്തിൽ അവൾ പറയുന്നത് എന്താണ്? இன்னும் ஒரு விருந்து நான் ஆயத்தம் பண்ண போகிறேன். ഇനിയും മറ്റൊരു വിരുന്ന് കൂടെ ഞാൻ ഒരുക്കുവാൻ പോകുന്നു. அதற்கு ராஜாவும் ஆமானும் வர வேண்டும். അതിനും രാജാവും ഹാമാനും വരണം. ஆண்டவருடைய நாமத்திற்கு மகிமை உண்டாகட்டும். ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. பிரியமானவர்களே, அன்பின் ആഴத்துக்கு നാം செல்ல வேண்டும். അതേ പ്രിയമുള്ളവരെ, സ്നേഹത്തിന്റെ ആഴത്തിലേക്ക് നാം പോകേണ്ടതുണ്ട്. അൻപുക്ക് നീളമുണ്ട്, ആ സ്നേഹത്തിന് നീളമുണ്ട്. അൻപുക്ക് അകലമുണ്ട്, ആ സ്നേഹത്തിന് വീതിയുണ്ട്. അൻപുക്ക് ഉയരമുണ്ട്, സ്നേഹത്തിന് ഉയരമുണ്ട്. അൻപുക്ക് ആഴമുണ്ട്, ആ സ്നേഹത്തിന് ആഴവുമുണ്ട്. கிறிஸ்துவின் அன்பு எவ்வளவு ஆழம் இருக்கிறதோ அவ்வளவு ஆழத்திற்கு நாம் செல்ல வேண்டும். ക്രിസ്തുവിന്റെ സ്നേഹത്തിന് എത്രമാത്രം ആഴമുണ്ടോ അത്രത്തോളം ആഴത്തിൽ നാം പോകണം. ஆண்டவருடைய நாமத்திற்கு மகிமை உண்டாகட்டும். ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. இன்னுം ஒரு விருந்து நான் செய்வேன் என்று அவள் சொல்லுகிறார். അതെ, ഇനിയും ഞാൻ ഒരു വിരുന്ന് ഒരുക്കുമെന്ന് അവൾ പറയുകയാണ്. கர்த்தருடைய நாமத்திற்கு மகிமை உண்டாகட்டும். കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. பிரியமானவர்களே, ராஜாவை அழைத்தது சரி, நியாயமான ஒரு காரியம். അതെ പ്രിയമുള്ളവരെ, രാജാവിനെ ക്ഷണിച്ചത് ന്യായമായ ഒരു കാര്യമാണ്. விருந்துக்கு ராஜாவை எல்லாரும் அழைக்கிறது அது ஏற்றுக்கொள்ளலாம். അതെ, വിരുന്നിന് രാജാവിനെ ക്ഷണിക്കുന്നത് നമുക്ക് അംഗീകരിക്കാം. ஆனால் இங்கே ஆமானை அவள் 2-ാം முறையும் அழைக்கிறாள். എന്നാൽ ഇവിടെ ഹാമാനെ അവൾ 2-ാം പ്രാവശ്യവും ക്ഷണിക്കുകയാണ്. ஆண்டவருடைய நாமத்திற்கு மகிமை உண்டாகட்டும். ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. இந்த ஆமான் தான் அவளுடைய சத்ருவாக இருக்கிறான். ഈ ഹാമാനാണ് അവളുടെ ശത്രു. இந்த ஆமானையும் கூட അവൾ നേസിക്കக்கூடிய ഒരു ഇടത്തിற்கு അവൾ വരുகிறாள். അതെ, ഈ ഹാമാനെ കൂടെ സ്നേഹിപ്പാനുള്ള ഒരു സാഹചര്യത്തിൽ അവൾ കാണപ്പെടുകയാണ്. ஆண்டவருடைய நாமத்திற்கு மகிமை உண்டாகட்டும். ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. பிரியமானவர்களே, சத்துருவை சிநேகியுங்கள் என்று இயேசு சொன்னார். അതെ പ്രിയമുള്ളവരെ, ശത്രുവിനെ സ്നേഹിപ്പിൻ എന്ന് യേശു പറഞ്ഞു. பிசாசை நீங்க எப்ப ஜெயிக்கிறீங்க தெரியுமா? പിശാചിനെ എങ്ങനെ ജയിക്കുമെന്ന് നിനക്ക് അറിയുമോ? உங்களுடைய வாழ்க்கையிலே எப்பொழுது ஜெயம் கிடைக்கும் தெரியுமா? നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോൾ ജയം ലഭിക്കുമെന്ന് അറിയുമോ? உங்களுடைய சத்துருவை நீங்கள் நேசிக்க கற்றுக்கொள்ளும் பொழுதுதான். നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പാൻ നിങ്ങൾ പഠിക്കുമ്പോഴാണ്. மற்றவர்களை நீங்கள் மன்னிக்க கற்றுக்கொள்ளும் பொழுதுதான். മറ്റുള്ളവരോട് ക്ഷമിപ്പാൻ നിങ്ങൾ പഠിക്കുമ്പോഴാണ്. உங்களுடைய சத்துருக்களை நீங்கள் நேசிக்க தவறுவீர்களானால் நீங்கள் தோல்வி அடைவீர்கள். അതെ, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പാൻ നിങ്ങൾക്ക് കഴിയാതെ പോകുമ്പോൾ നിങ്ങൾ പരാജയപ്പെടും. பதிலுக்கு பதில் செய்கிறார்கள். പകരത്തിന് പകരം ചെയ്യുന്നു. பழிக்கு பழி வாங்குகிறார்கள். പ്രതികാരം ചെയ്യുന്നു. சிலர் சமயத்துக்காக காத்திருப்பார்கள். ചിലര് തക്കം നോക്കിയിരിക്കുകയാണ്. அவர்களுக்கு எப்பொழுது அவர்களுக்கு பழி தீர்க்கும்படியாக சமயம் கிடைக்கும் என்று காத்திருக்கிறார்கள். അതേ, പകരം വീട്ടാൻ ഒരു സമയം നോക്കി അവർ ഇരിക്കുകയാണ്. மன்னிக்க முடியாத இருதயங்கள் உண்டு, ക്ഷമിക്കുവാൻ കഴിയാത്ത ഹൃദയങ്ങളുണ്ട്. ஆண்டவருடைய நாமத்திற்கு மகிமை உண்டாகட்டும். ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. அநேக ஆவிக்குரியவர்களுடைய தோல்விக்கு காரணம் அவர்களுடைய கசப்பான இருதயமே. അതേ, ആത്മീകരായ അനേകരുടെ പരാജയത്തിന്റെ കാരണം അവരുടെ കയ്പുള്ള ഹൃദയമാണ്. பிரியமானவர்களே, ஆவிக்குரிய ஊழியர்களாக இருக்கலாம், ஆவிக்குரிய விசுவாசிகளாக இருக்கலாம். അതേ, ആത്മീയ ശുശ്രൂഷകരായിരിക്കാം, വിശ്വാസികളായിരിക്കാം. உங்களுடைய ஜீவியத்திலே நீங்கள் ஏன் தோல்வி அடைகிறீர்கள்? നിങ്ങളുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ പരാജയപ്പെടുന്നത്? நீங்கள் தேவனை நேசிக்கிறீர்கள், നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടായിരിക്കാം. ஆனால் சத்துருவை உங்களால் நேசிக்க முடிகிறதில்லை. എന്നാൽ ശത്രുവിനെ നിങ്ങളാൽ സ്നേഹിപ്പാൻ കഴിയുന്നില്ല. உங்களுக்கு விரோதமாய் பேசினவர்கள், നിങ്ങൾക്ക് വിരോധമായി സംസാരിച്ചവർ, உங்களுக்கு விரோதமாய் கிரியை செய்தவர்கள், നിങ്ങൾക്ക് വിരോധമായി പ്രവർത്തിച്ചവർ, அவர்களை உங்களால் மன்னிக்க முடியுமா? നിങ്ങൾക്ക് അവരോട് ക്ഷമിപ്പാൻ കഴിയുമോ? ஆண்டவருடைய நாமத்திற்கு மகிமை உண்டாகட்டும். ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. எத்தனை பேருக்கு சத்துருவை மன்னிக்கிறதான இருதயம் இருக்கிறது? എത്ര പേർക്ക് ശത്രുവിനോട് ക്ഷമിക്കുന്ന ഹൃദയമുണ്ട്? உங்களுடைய சத்துருவை பழிக்கு பழி வாங்குகிற சமயம், அதிகாரம் உங்களுக்கு கிடைத்தால் நீங்கள் என்ன செய்வீர்கள்? ശത്രുക്കളോട് പകരം വീട്ടുവാനുള്ള സന്ദർഭം, സാഹചര്യം ലഭിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? யோசேப்புக்கு பாருங்க, തന്റെ സഹോദരങ്ങളെ പഴി തീർക്കக்கூடிய ഒരു സമയം கிடைத்திருக்கிறது. അതേ, യോസേപ്പിന് തന്റെ സഹോദരങ്ങളോട് പ്രതികാരം ചെയ്യുവാനുള്ള ഒരു അവസരം ലഭിച്ചു. இப்போ அவன் கையில் அதிகாரம் இருக்கிறது. ഇപ്പോൾ അവൻ അധികാരമുണ്ട്. இவன் வேண்டுமானால் இந்த 10 சகோதரர்களையும் சிறைச்சாலையிலே போடலாம். അവന് വേണമെങ്കിൽ ഈ 10 സഹോദരന്മാരെയും തടവറയിലാക്കാം. தான் சிறைச்சாலையிலே போனதுக்கு காரணம் இந்த 10 பேர் தான். അതേ, താൻ കാരാഗ്രഹത്തിലേക്ക് പോയത് തന്റെ 10 സഹോദരന്മാരാണ്. இப்பொழுது யோசேப்புக்கு ஒரு சமயம் கிடைத்திருக்கிறது. എന്നാൽ ഇപ്പോൾ യോസേപ്പിന് ഒരു സന്ദർഭം ലഭിച്ചിരിക്കുകയാണ്. பிசாசு சொல்லியிருப்பான், அவன் காதலை பிசாசு சொல்லியிருப்பான்,
ഒരുപക്ഷെ പിശാച് പറഞ്ഞിരിക്കാം ഇങ്ങനെ, இதுதான் உன்னுடைய டைம், ഇതാണ് നിനക്ക് പറ്റിയ സന്ദർഭം. இந்த 10 பேரையும் கொண்டு போய் ஜெயில போட்டு, ഈ 10 പേരെയും കൊണ്ട് കാരാഗ്രഹത്തിലിട്. இவர்கள் மூலமாய் தானே நீ ஜெயிலுக்கு போனாய். ഇവരും മുഖാന്തരമല്ലേ നീ ജയിലിൽ പോയത്. அவனுக்கு அதிகாரம் இருந்தது, അവന് അധികാരമുണ്ടായിരുന്നു, സമയം கிடைத்தது, അവന് സന്ദർഭം ലഭിച്ചു. ஆனால் யோசேப்பின் இருதயத்திலே கசப்பு இல்லை. എന്നാൽ യോസേപ്പിന്റെ ഹൃദയത്തിൽ കയ്പില്ല. இந்த முதல் நாளிலே, ഈ ആദ്യ രാത്രി கர்த்தர் உங்களுக்கு ஒரு சிங்காசனத்தை வைத்திருக்கிறார். കർത്താവ് നിങ്ങൾക്കൊരു സിംഹാസനം വെച്ചിരിക്കുന്നു. இந்த கர்த்தர் உங்களுக்கு ஒரு ஜெயத்தை வைத்திருக்கிறார். ഇവിടെ കർത്താവ് നിങ്ങൾക്കൊരു ജയം വെച്ചിരിക്കുകയാണ്. கர்த்தர் உங்களுக்கு ஒரு விடுதலை வைத்திருக்கிறார். കർത്താവ് നിങ്ങൾക്കൊരു വിടുതൽ വെച്ചിരിക്കുന്നു. மன்னிக்க வேண்டியவர்களை மன்னிக்க முடியுமா? ക്ഷമിക്കേണ്ടവരോട് ക്ഷമിപ്പാൻ കഴിയുമോ? மன்னிக்க வேண்டியவர்களை நீங்கள் மன்னிக்க முடியாவிட்டால், ക്ഷമിക്കേണ്ടുന്നവരോട് ക്ഷമിപ്പാൻ നിങ്ങൾക്ക് കഴിയാതെ പോയാൽ, உங்களுக்கு தீமை செய்தவர்களை நீங்கள் மன்னிக்க முடியாவிட்டால், നിങ്ങളോട് തിന്മ ചെയ്തവരോട് നിങ്ങൾ ക്ഷമിക്കാതെ പോയാൽ, பிரியமானவர்களே நீங்கள் ஜெயத்தை பெற்றுக்கொள்ள முடியாது. പ്രിയമുള്ളവരെ നിങ്ങൾക്ക് ജയം പ്രാപിപ്പാൻ കഴിയുകയില്ല. ராஜாவை மாத்திரம் அவள் விருந்து கழைக்கவில்லை, രാജാവിനെ മാത്രം അവൾ വിരുന്നിനായി ക്ഷണിക്കുന്നില്ല, சத்ருவாகிய அந்த மனிதனையும் கூட அவள் விருந்து கழைக்கிறாள். അതേ ശത്രുവായ മനുഷ്യനെ കൂടെ അവൾ വിരുന്നിനായി ക്ഷണിക്കുന്നു. அங்கேதான் எஸ்தருடைய ஜெயம் ஆரம்பிக்கிறது. അവിടെയാണ് എസ്തറിന്റെ ജയം ആരംഭിക്കുന്നത്. அங்கேதான் தேவ ஜனங்களுடைய ஜெயம் ஆரம்பிக்கிறது. ഇവിടെയാണ് ദൈവജനത്തിന്റെ ജയം ആരംഭിക്കുന്നത്. ஆண்டவருடைய நாமத்திற்கு மகிமை உண்டாகட்டும். ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. இந்த கூட்டத்திலே நான் இப்படி பேசிக் கொண்டிருக்கும் பொழுது, ഈ കൂട്ടത്തിൽ ഞാൻ ഈ വിധത്തിൽ സംസാരിക്കുമ്പോൾ சில முகங்கள் உங்கள் கண்களுக்கு முன்பாக வரும். ചില മുഖങ്ങൾ നിങ്ങളുടെ കണ്ണിന്റെ മുൻപാകെ തെളിയുകയാണ്. அது உங்களுடைய சகோதரனாக இருக்கலாம், ഒരുപക്ഷെ നിങ്ങളുടെ സഹോദരനായിരിക്കാം, அது உங்களுடைய சகோதரியாக இருக்கலாம், നിങ്ങളുടെ സഹോദരിയായിരിക്കാം, அல்லாட்டால் அது உங்களுடைய பாஸ்டராக இருக்கலாம், അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റർ ആയിരിക്കാം, அல்லாவிட்டால் அது உங்களுடைய சொந்தக்காரா இருக்கலாம், അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തക്കാരെങ്കിലും ആയിരിക്കാം. ஏதோ ஒரு நபர் மேலே உங்களுக்கு கோபம் இருக்கிறது, ഏതോ ഒരു വ്യക്തിയുടെ മേൽ നിങ്ങൾക്ക് കോപമുണ്ടായിരിക്കാം. பிரியமான ஒரு கசப்பான ஒரு இருதயம் உள்ளவர்களா இருக்கிறீர்கள். പ്രിയമുള്ളവരെ, നിങ്ങൾ കൈപ്പുള്ള ഹൃദയമുള്ളവരായിരിക്കുന്നു. அவர்களை நீங்கள் மன்னிக்க முடியாத ஒரு இடத்துல நீங்கள் இருக்கிறீர்கள். അവരോട് ക്ഷമിപ്പാൻ കഴിയാതെ നിങ്ങൾ ഇരിക്കുന്നു. அவர்களோட பேச முடியாத ஒரு நிலவரத்தில் இருக்கிறீர்கள். അവരോട് സംസാരിപ്പാൻ കഴിയാത്ത അവസ്ഥയിലാണോ നിങ്ങൾ ഇരിക്കുന്നത്? இன்றைக்கு கர்த்தர் அந்த கசப்பான இருதயத்தை உங்களை விட்டு அகற்றுகிறார். ഇന്ന് ആ കൈപ്പുള്ള ഹൃദയത്തെ നിങ്ങൾ കർത്താവ് അകറ്റുവാൻ പോവുകയാണ്. அந்த വേരോട് அந்த இருதயத்தின் வேரை பிடுங்க முடியாது விரும்புகிறார். അതേ വേരോട് ആ കൈപ്പിനെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പിഴുതു മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. மன்னிக்கிற ஆவியை கர்த்தர் உங்களுக்கு தரும்படியாய் விரும்புகிறார். അതെ, ക്ഷമിക്കുന്ന ഒരു ആത്മാവിനെ നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. எத்தனை பேர் மன்னிக்கிற இருதயத்தை விரும்புகிறீர்கள்? എത്ര പേർ ക്ഷമിക്കുന്ന ഹൃദയത്തെ ആഗ്രഹിക്കുന്നു? உங்களுடைய வலது கரத்தை உயர்த்தி காட்டுங்க. നിങ്ങളുടെ വലതുകരം ഉയർത്തി കാണിക്കുക. எனக்கு ஒரு மன்னிக்கிற இருதயம் வேண்டும். എനിക്ക് ക്ഷമിക്കുന്ന ഒരു ഹൃദയം വേണം. எனக்கு ஒரு மன்னிக்கிற இருதயம் வேண்டும். എനിക്ക് ക്ഷമിക്കുന്ന ഒരു ഹൃദയം ആവശ്യമായിരിക്കുന്നു. நேசிக்கிற ஒரு இருதயம் வேண்டும். സ്നേഹിക്കുന്ന ഒരു ഹൃദയം എനിക്ക് വേണം. நீங்கள் அங்கேதான் ஜெயிக்கிறீர்கள். അവിടെയാണ് നിങ്ങൾ ജയിക്കുന്നത്. பிசாசை நீ அங்கே ஜெயிக்கிறாய். പിശാചിനെ നീ അവിടെ എത്രയാ ജയിക്കുന്നത്? பிசாசின் தலையை அங்கே நீ நசுக்குகிறாய். അതെ, പിശാചിന്റെ തലയെ നീ അവിടെ തകർക്കും. ஓ, நீ சிங்காசனத்தில் அமர்ந்து கொள்கிறாய். അതെ, നീ സിംഹാസനത്തിൽ ഇരുത്തപ്പെടുവാൻ പോകുന്നു. கர்த்தர் உங்களுக்கு ஜெயத்தை தரும்படியாய் வந்திருக்கிறார். അതെ, കർത്താവ് നിങ്ങൾക്ക് ജയം നൽകുവാൻ വന്നിരിക്കുന്നു. ஓ, நான் மன்னிப்பேன் என்று சொல்லுங்க. അതെ, ഞാൻ ക്ഷമിക്കുമെന്ന് പറയുക. நான் மன்னிப்பேன் என்று சொல்லுங்க. ഞാൻ ക്ഷമിക്കുമെന്ന് പറയുക. நான் மன்னிப்பேன் என்று சொல்லுங்க. ഞാൻ ക്ഷമിക്കുമെന്ന് പറയുക. உங்கள் கரங்களை உயர்த்தி சொல்லுங்க. നിങ്ങളുടെ കരങ്ങൾ ഉയർത്തി തന്നെ പറയുക. உங்கள் കരங்களை ഉയർത്തി சொல்லுங்க. നിങ്ങളുടെ കരങ്ങൾ ഉയർത്തി പറയുക. பிசாசு வெட்கப்பட்டு போகட்டும். പിശാച് ലജ്ജിക്കട്ടെ. பிசாசு வெட்கப்பட்டு போகட்டும். പിശാച് ലജ്ജിച്ചു പോകട്ടെ. உங்கள் ராஜா சந்தோஷப்படட்டும். നിങ്ങളുടെ രാജാവ് സന്തോഷിക്കട്ടെ. உங்கள் ராஜா சந்தோஷப்படட்டும். നിങ്ങളുടെ രാജാവ് സന്തോഷിക്കട്ടെ. பரலோகம் சந்தோஷப்படட்டும். സ്വർഗരാജ്യം സന്തോഷിക്കട്ടെ. ஹல்லேலூயா, ஹல்லேலூயா, ஹல்லேலூயா. ஆமென் ஆண்டவரே, ஹல்லேலூயா. ஆமென் ஆண்டவரே, ஹல்லேலூயா. ஆமென். யா கரபா கரபா கதுராமானியா. ஹல்லேலூயா, 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 ஹல்லேலூயா. ஆமென், ஹல்லேலூயா. Thank you, Jesus. Hallelujah. Amen. தேவனுடைய அன்பு இங்கே ஊற்றப்பட்டு கொண்டே இருக்கிறது. അതേ, ദൈവത്തിന്റെ സ്നേഹം ഇവിടെ ഊറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. உங்களுடைய இதயத்தில் இருக்கிற கசப்புகளை ஆண்டவர் நீக்கிக் கொண்டிருக்கிறார். നിങ്ങളുടെ ഹൃദയത്തിലുള്ള കയ്പ് കർത്താവ് നീക്കുകയാണ്. பல நாட்களாக நீங்கள் சிலரோடு பேசாமல் இருக்கிறீர்கள். പല നാളുകളായി നിങ്ങൾക്ക് ചിലരോട് സംസാരിപ്പാൻ കഴിയാതിരിക്കുന്നു. பல நாட்களாக நீங்கள் ஐக்கியம் இல்லாதவர்களாக இருக்கிறீர்கள். അതെ, ചില നാളുകളായി മറ്റുള്ളവരോട് ഐക്യമില്ലാതിരിക്കുന്നു. இன்றைக்கு அந்த வேரை ஆண்டவர் பிடுங்கி இருக்கிறார். എന്നാൽ ഇന്നോ ആ വേര് കർത്താവ് പിഴുതിരിക്കുകയാണ്. இன்றைக்கு கர்த்தர் உங்களுடைய ஜீவியத்தை ஆசீர்வதிக்கிறார். ഇന്ന് കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കുകയാണ്.
மன்னிக்கிற இருதயம் யோசேப்புக்கு இருந்தபடியினால் അവൻ ഉയർത്തപ്പെട്ടാൻ. ക്ഷമിക്കുന്ന ഹൃദയം യോസേഫിനുണ്ടായിരുന്നുകൊണ്ട് അവൻ ഉയർത്തപ്പെട്ടു. അവൻ ആശീർവദിക്കപ്പെട്ടാൻ. അവൻ അനുഗ്രഹിക്കപ്പെട്ടു. കർത്തർ அந்த தேசத்திலே உயர்ந்த இடத்திலே அவனை உட்காரும்படியாக வைத்தார். ദേശത്തിന്റെ ഉന്നത സ്ഥാനങ്ങളിൽ ദൈവം അവനെ ഇരുത്തി. இயேசுவை நேசியுங்கள். യേശുവിനെ സ്നേഹിക്കുവിൻ. பிரியமானவர்களே, மன்னிக்கிற இருதயத்தை பெற்றுக்கொள்ளுங்கள். പ്രിയമുള്ളവരെ, ക്ഷമിക്കുന്ന ഹൃദയത്തെ പ്രാപിക്കുക. ஆண்டவருடைய நாமத்திற்கு மகிமை உண்டாவதாக. കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. பிரியமானவர்களே, இப்பொழுது இரண்டாம் നാൾ വിരുന്ന് പരിമാറപ്പെട്ട് കൊണ്ടിരിക്കുന്നത്. അതെ പ്രിയമുള്ളവരെ, ഇപ്പോൾ രണ്ടാം ദിവസത്തെ വിരുന്ന് നടത്തപ്പെടുകയാണ്. இரண்டாம் நாள் விருந்திலே இப்பொழுது ராஜாவும் ஹாமானும் உட்கார்ந்திருக்கிறார்கள். അതേ, രണ്ടാം ദിവസത്തെ വിരുന്നിലും രാജാവും ഹാമാനും ഇരിക്കുകയാണ്. മറുപടിയും രാജാ കേൾக்கிறார். വീണ്ടും രാജാവ് ചോദിക്കുകയാണ്. 7-ാം അധികാരത്തിലേക്ക് നാം വരുவோமானால், 7-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ 7-ാം അധികാരം 2-ാം വചനത്തെ വാസിയുங்கள். 2-ാം വാക്യം വായിക്കാം. രണ്ടാം ദിവസവും വീഞ്ഞു വിരുന്നിന്റെ സമയത്ത് രാജാവ് എസ്തേറിനോട്, എസ്തേർ രാജ്ഞിയെ, നിന്റെ അപേക്ഷ എന്ത്? അത് നിനക്ക് ലഭിക്കും. നിന്റെ ആഗ്രഹം എന്ത്? രാജ്യത്തിൽ പാതിയോളമായാലും അത് നിവർത്തിച്ചു തരാം എന്ന് പറഞ്ഞു. 2-ാം நாள் விருந்தில் திராட்சரசம் பரிமாறப்படும் போது ராஜா எஸ்தரை நோக்கி, எஸ்தர் ராஜாத்தியே, உன் வேண்டுதல் என்ன? அது உனக்கு கொடுக்கப்படும். நீ கேட்கிற மன்றாட்டு என்ன? நீ ராஜ்யத்தில் பாதி கேட்டாலும் அது கிடைக்கும் என்றான். உன் வேண்டுதல் என்ன? നിന്റെ അപേക്ഷ എന്താണ്? അത് ഉനക്ക് കൊടുക്കപ്പെടും. അത് നിനക്ക് നൽകപ്പെടും. നീ കേൾக்கிற മன்றாட்டு என்ன? നിന്റെ യാചന എന്താണ്? ആണ്ടവർ ജപങ്ങളെ കേൾக்கிறവരായി നമ്മുടെ നടുവിലെ ഉലാവിക്കും. അതേ, കർത്താവ് പ്രാർത്ഥന കേൾക്കുന്നവനായി നമ്മുടെ മധ്യത്തിൽ ഉലാവുകയാണ്. 2-ാം നാൾ വിരുന്നിലെ ഒരു അത്ഭുതം നടന്നു. അതെ, 2-ാം ദിവസത്തിലെ വിരുന്നിൽ ഒരു അത്ഭുതം നടന്നു. ശത്രുവിൻ വല്ലമകൾ മുற்றிലുമായി അഴിക്കപ്പെട്ടത്. അതേ, ശത്രുവിന്റെ ശക്തി പൂർണ്ണമായി അവിടെ തകർക്കപ്പെടുകയാണ്. 8-ാം വചനത്തിലെ നാം വാസിக்கிறோம். 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഹാമാനിൻ മുഖത്തെ മൂടി പോട്ടാர்கள். അതേ, ഹാമാന്റെ മുഖത്തെ മറച്ചു. ഹാമാനിൻ മുഖത്തെ മൂടി പോട്ടാர்கள். 8-ാം വചനം, 8-ാം വാക്യം. 8-ാം വചനം വാസിങ്ങൾ. രാജാവ് ഉദ്യാനത്തിൽ നിന്ന് വീണ്ടും വീഞ്ഞു വിരുന്ന് ശാലയിലേക്ക് വന്നപ്പോൾ എസ്തേർ ഇരിക്കുന്ന മെത്തമേൽ ഹാമാൻ വീണ് കിടന്നിരുന്നു. അന്നേരം രാജാവ്, ഇവൻ എന്റെ മുൻപാകെ അരമനയിൽ വെച്ച് രാജ്ഞിയെ ബലാത്കാരം ചെയ്യുമോ എന്ന് പറഞ്ഞു. ഈ വാക്ക് രാജാവിന്റെ വായിൽ നിന്ന് വീണ ഉടനെ അവർ ഹാമാന്റെ മുഖം മൂടി. இந்த வார்த்தை ராஜாவின் வாயிலிருந்து பிறந்த உடனே ஆமானின் முகத்தை மூடி போட்டார்கள். 10-ാം വചനത്തെ വാസിങ്ങൾ. വീണ്ടും 10-ാം വാക്യം വായിക്കാം. അവർ ഹാമാനെ അവൻ മൊർദെഖായിക്ക് വേണ്ടി നാട്ടിയിരുന്ന കഴുമരത്തിന്മേൽ തന്നെ തൂക്കിക്കളഞ്ഞു. അങ്ങനെ രാജാവിന്റെ ക്രോധം ശമിച്ചു. அப்படியே ஆமான் மொர்தெகாய்க்கு ஆயத்தம் பண்ணின தூக்கு மரத்தில் ஆமானையே தூக்கி போட்டார்கள். அப்பொழுது ராஜாவின் உக்கிரம் தணிந்தது. ആമാനെ തൂക്കി പോട്ടാர்கள். അതെ, ഹാമാനെ തൂക്കുമരത്തിലേറ്റി. ആമാൻ മരിച്ചു പോനാൻ. ഹാമാൻ മരിച്ചു. ദൈവജനങ്ങൾക്ക് വിടുതൽ கிடைத்தது. ദൈവജനത്തിന് വിടുതൽ ലഭിച്ചു. ദൈവജനങ്ങൾക്ക് ജയം கிடைத்தது. ദൈവജനത്തിന് ജയം ലഭിച്ചു. യേശുവை நேசிக்கிறவர்களுக்கு ஜெயமுண்டு. യേശുവിനെ സ്നേഹിക്കുന്നവർക്ക് ജയമുണ്ട്. என் வார்த்தையை நான் முடிக்கிறேன். എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. தேவனுடைய வலது பார்சத்திலே உட்கார்ந்தார். യേശു ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്നു. இந்த முதல் நாளில் அதை சிங்காசனம் என்று நான் சொல்லுகிறேன். അതെ, ഈ ആദ്യ ദിവസത്തിൽ അതിനെ സിംഹാസനം എന്ന് നാം പറയുന്നു. ராஜாதி ராஜாவாய் அவர் உட்கார்ந்திருக்கிறார். അതെ, അവൻ രാജാതി രാജാവായി ഇരിക്കുന്നു. அவர் எல்லாவற்றையும் ஜெயித்து அதிலே உட்கார்ந்திருக்கிறார். അവൻ സകലത്തെയും ജയിച്ച് അവിടെ ഇരിക്കുന്നു. സിയോനിலே இருந்து வல்லமையின் செங்கோலை அவர் அனுப்புகிறார். അതെ, സിയോനിൽ നിന്ന് ബലമുള്ള ചെങ്കോൽ അവൻ നീട്ടുന്നു. உன்னுடைய விண்ணப்பம் என்ன? നിന്റെ അപേക്ഷ എന്താണ്? உன்னுடைய வேண்டுதல் என்ன? നിന്റെ യാചന എന്താണ്? உன்னுடைய தேவை என்ன? നിന്റെ ആവശ്യം എന്താണ്? உன்னுடைய சூழ்நிலை என்ன? നിന്റെ അവസ്ഥ എന്താണ്? உன்னுடைய பிரச்சனை என்ன? നിന്റെ പ്രശ്നം എന്താണ്? உன்னுடைய போராட்டம் என்ன? നീ നേരിടുന്ന പോരാട്ടങ്ങൾ உன்னுடைய എന്താണ്? கஷ்டம் என்ன? നിന്റെ കഷ്ടം എന്താണ്? முழங்காலில் நிற்க முடிந்தவர்கள் முழங்காலில் മുഴങ്കാലിൽ നിൽപ്പാൻ കഴിയുന്നവർ മുഴങ്കാലിൽ നിന്നാണ്. பிரியமான சில நிமிடங்கள், ചില നിമിഷങ്ങൾ நான் இயேசுவை நேசிக்கிறேன் என்று சொல்ல போகிறோம். യേശുവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പറയുക. நான் உமக்கு விருந்து செய்வேன் என்று சொல்லுங்க. ഞാൻ നിനക്കൊരു വിരുന്നൊരുക്കുമെന്ന് പറയുക. ராஜாவுக்கு நான் ஒரு விருந்து செய்வேன். രാജാവിന് ഞാൻ ഒരു വിരുന്നൊരുക്കും. நான் ராஜாவை பிரியப்படுத்துவேன். ഞാൻ രാജാവിനെ പ്രസാദിപ്പിക്കും. ராஜாவை நான் சந்தோஷப்படுத்துவேன். രാജാവിനെ ഞാൻ സന്തോഷിപ്പിക്കും. சத்ருவை நான் நேசிப்பேன். ഞാൻ ശത്രുവിനെ സ്നേഹിക്കും. தேவனுக்கு மாத்திரமல்ல, ദൈവത്തിന് മാത്രമല്ല,
ராஜாவுக்கு மாத்திரமல்ல, രാജാവിനും മാത്രമല്ല, சத்ருவுக்கும் கூட விருந்து கொடுப்பேன். ശത്രുവിനും കൂടെ ഞാൻ വിരുന്ന് കൊടുക്കും. அங்கேதான் உங்களுடைய ஜெய ஜீவியம் ஆரம்பமாகிறது. അവിടെയാണ് നിങ്ങളുടെ ജയ ജീവിതത്തിന്റെ ആരംഭം. தேவன்பினால் கர்த்தர் நம்மை நிரப்புகிறார். ദൈവസ്നേഹത്താൽ കർത്താവ് നമ്മെ നിറയ്ക്കുന്നു. இயேசுவின் அன்பினால் நம்மை கர்த்தர் நிரப்புகிறார். യേശുവിന്റെ സ്നേഹത്താൽ കർത്താവ് നമ്മെ നിറയ്ക്കുന്നു. உங்களுடைய இருதயம் அன்பினால் நிரம்புவதாக. നിങ്ങളുടെ ഹൃദയം ദൈവസ്നേഹത്താൽ നിറയട്ടെ. உங்களுக்கு விரோதமான வல்லமைகள் தோற்கடிக்கப்படுகிறது. നിങ്ങൾക്ക് വിരോധമായുള്ള ശക്തികൾ പരാജയപ്പെടട്ടെ. கர்த்தர் உங்களுக்கு ஜெயத்தை தருகிறார். കർത്താവ് നിങ്ങൾക്ക് ജയത്തെ നൽകുന്നു. உங்களுக்கு சிங்காசனத்தை கர்த்தர் தருகிறார். കർത്താവ് നിങ്ങൾക്ക് സിംഹാസനത്തെ നൽകുന്നു. நான் உட்கார்ந்தது மாத்திரமல்ல, ഞാൻ ഇരിക്കുക മാത്രമല്ല, நான் உட்கார்ந்தது மாத்திரமல்ல, ഞാൻ ഇരിക്കുക മാത്രമല്ല, என்னை போல, എന്നെ പോലെ, என்னை போல, എന്നെ പോലെ உனக்கும் கூட அந்த சிங்காசனத்தை தருவேன். നിനക്കും ഞാൻ ആ സിംഹാസനത്തെ നൽകും. உனக்கு நான் ஜெயத்தை தருவேன். നിനക്ക് ഞാൻ ജയം തരും. உனக்கு நான் விடுதலை தருவேன். നിനക്ക് ഞാൻ വിടുതൽ തരും. உனக்கு அற்புதம் நான் செய்வேன். നിനക്ക് വേണ്ടി ഞാൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. தேவனுடைய ஜனங்களே, ദൈവജനമേ, ஓ வந்திருக்கிற அருமையானவர்களே, വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, உனக்கு ஜெயத்தை கர்த்தர் தருகிறார். കർത്താവ് നിനക്ക് ജയം നൽകുന്നു. ஜெயத்தை கர்த்தர் தருகிறார். കർത്താവ് നിനക്ക് ജയം നൽകുന്നു. உம்மை நேசிப்பேன் என்று சொல்லுங்க. ഞാൻ നിന്നെ സ്നേഹിക്കുമെന്ന് പറയുക. உம்மை நேசிப்பேன் என்று சொல்லுங்க. ഞാൻ നിന്നെ സ്നേഹിക്കുമെന്ന് പറയുക. இயேசுவே, உம்மை நான் நேசிப்பேன் என்று சொல்லுங்க. യേശുവേ, ഞാൻ നിന്നെ സ്നേഹിക്കുമെന്ന് உம்முடைய പറയുക. அன்பினால் நிரப்பும் என்று சொல்லுங்க. നിന്റെ സ്നേഹത്താൽ ഞാൻ നിറയുമെന്ന് പറയുക. அன்பினால் அவர் நம்மை நிரப்புகிறார். അവൻ തന്റെ സ്നേഹത്താൽ നമ്മെ നിറയ്ക്കുന്നു. அன்பினால் நம்மை நிரப்புகிறார். അവൻ സ്നേഹത്താൽ നിറയ്ക്കുന്നു. இருதயங்கள் நிரம்பி வழியட்டும். ഹൃദയങ്ങൾ നിറഞ്ഞ് കവിയട്ടെ. இருதயங்கள் நிரம்பி வழியட்டும். ഹൃദയം നിറഞ്ഞ് കവിയട്ടെ. இருதயங்கள் நிரம்பி ഹൃദയം வழியட்டும். നിറഞ്ഞ് കവിയപ്പെടട്ടെ. சங்கீதக்காரன் சொல்லுகிறது போல, സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, பாத்திரம் நிரம்பி வழிகிறது. എന്റെ പാനപാത്രം നിറഞ്ഞ് കവിയുന്നു. பாத்திரம் நிரம்பி வழிகிறது. എന്റെ പാനപാത്രം നിറഞ്ഞ് കവിയുന്നു. உங்களுடைய பிரச்சனை எதுவாயிருந்தாலும், എന്റെ പ്രശ്നം എന്തു തന്നെ ആകട്ടെ, உங்களுடைய போராட்டம் എന്റെ எதுவாயிருந்தாலும், പോരാട്ടങ്ങൾ എന്തു തന്നെ ആകട്ടെ, உங்களுடைய சூழ்நிலை எதுவாயிருந்தாலும், എന്റെ അവസ്ഥ എന്തു തന്നെ ആകട്ടെ, உங்களுடைய சத்துரு எவ்வளவு பலவானாயிருந்தாலும், എന്റെ ശത്രു എത്രമാത്രം ശക്തനായിരുന്നാലും, நீ பயப்படாதே, നീ ഭയപ്പെടേണ്ട, நீ பயப்படாதே, നീ ഭയപ്പെടേണ്ട, நீ கலங்காதே, നീ കലങ്ങണ്ട, நீ சோர்ந்து போகாதே, നീ അധൈര്യപ്പെടേണ്ട, நீ அதைரியப்படாதே. നീ അധൈര്യപ്പെടേണ്ട. இயேசு உன்னை அன்பினால் நிரப்புகிறார். യേശു നിന്നെ സ്നേഹത്താൽ നിറയ്ക്കുന്നു. இயேசு உனக்கு சிங்காசனத்தை தருகிறார். യേശു നിനക്ക് സ്നേഹം നൽകുന്നു. இயேசு உனக்கு சிங்காசனத்தை தருகிறார். യേശു നിനക്ക് തന്റെ സിംഹാസനത്തെ നൽകുന്നു. இயேசு உனக்கு விடுதலை தருகிறார். യേശു നിനക്ക് വിടുതൽ നൽകുന്നു. சத்ருவின் வல்லமைகள் அழிக்கப்படுகிறது. അതെ, ശത്രുവിന്റെ ശക്തികൾ നശിക്കുകയാണ്. சத்ருவின் வல்லமைகள் அழிக்கப்படுகிறது. ആ ശത്രുവിന്റെ ശക്തികൾ നശിക്കുന്നു. அந்தகாரத்தின் வல்லமைகள் அழிக்கப்படுகிறது. അന്ധകാരത്തിന്റെ ശക്തികൾ നശിക്കുന്നു. நீ வெட்கப்பட்டு போவதில்லை. നീ ലജ്ജിച്ചു പോകുകയില്ല. நீ வெட்கப்பட்டு போவதில்லை. നീ ലജ്ജിച്ചു പോകുകയില്ല. ஓ, உன் தீர்மானத்தில் நீ உறுதியாயிரு. നിന്റെ തീരുമാനത്തിൽ നീ ഉറച്ചിരിക്കുക. தீர்மானத்தில் உறுதியாயிரு. അതിന്റെ തീരുമാനത്തിൽ നീ ഉറച്ചു നിൽക്കുക. நீ தேவனால் பிறந்தவன். നീ ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ. நீ தேவனால் നീ பிறந்தவன். ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ. நீ மறுபடியும் നീ பிறந்தவன். പുതുതായി ജനിച്ചവൻ. நீ നീ ரட்சிக்கப்பட்டவன். രക്ഷ പ്രാപിച്ചവൻ. நீ பாவ மன்னிப்பை നീ பெற்றவன். പാപമോചനം പ്രാപിച്ചവൻ. நீ ஜலத்தினால் നീ பிறந்தவன். ജലത്തിനാൽ நீ സ്നാനമേറ്റവൻ. ஆவியினால் നീ பிறந்தவன். ആത്മാവിനാൽ ജനിച്ചവൻ. உன்னை எந்த வல்லமையும் மேற்கொள்ள முடியாது. അതിനെ ഒരു ശക്തിക്ക് പരാജയപ്പെടുത്തുവാൻ எந்த കഴിയുകയില്ല. வல்லமையும் உன்னை ஜெயிக்க முடியாது. ഒരു ശക്തിക്ക് നിന്നെ പരാജയപ്പെടുത്തുവാൻ കഴിയുകയില്ല. தேவனால் உங்களை கர்த்தர் நிரப்புகிறார். ദൈവ സ്നേഹത്താൽ കർത്താവ് നിങ്ങളെ നിറയ്ക്കുന്നു. தேவனால் உங்களை கர்த்தர் நிரப்புகிறார். കർത്താവ് തന്റെ സ്നേഹത്താൽ നിങ്ങളെ നിറയ്ക്കുന്നു. ஆவியில நிரம்புங்க. ആത്മാവിൽ നിറയുവീൻ. ஆவியில நிரம்புங்க. ആത്മാവിൽ നിറയുവീൻ. அந்நிய பாஷைகளை பேசுங்க. അന്യഭാഷയിൽ സംസാരിക്കുവേ. கைகளை தட்டுங்க. കൈകൾ അടിക്കുവീൻ. ஆவியில நிரம்ப வெட்கப்படாதிருங்க. ആത്മാവിൽ നിറയുന്നത് ലജ്ജിക്കേണ്ട. ஸ்தோத்திரம் சொல்ல வெட்கப்படாதிருங்க. സ്തോത്രം പറയുവാൻ ലജ്ജിക്കേണ്ട. ஜெயத்தை பெற்றுக்கொள்ளுகிற நேரம். ജയം പ്രാപിക്കേണ്ടുന്ന സമയം. ஜெயத்தை பெற்றுக்கொள்ளுகிற நேரம். ജയം പ്രാപിക്കേണ്ടുന്ന സമയം. விடுதலை பெற்றுக்கொள்ளுகிற நேரம். വിടുതൽ പ്രാപിക്കേണ്ടുന്ന സമയം. இன்றைக்கு காண்கிற எகிப்தியரை, ഇന്ന് നീ കാണുന്ന മിസ്രൈമിനെ, இன்றைக்கு காண்கிற உன் சத்துருவை, ഇന്ന് നീ കാണുന്ന നിന്റെ ശത്രുവിനെ, இன்றைக்கு காண்கிற தோல்வியை, ഇന്ന് നീ കാണുന്ന പരാജയത്തെ, இன்றைக்கு காண்கிற வியாதியை, ഇന്ന് നീ കാണുന്ന രോഗത്തെ, இன்றைக்கு காண்கிற பயத்தை ഇന്ന് നീ കാണുന്ന ഭയത്തെ நீ என்றைக்கும் காண மாட்டாய். ഇനിമേലാൽ നീ കാണുകയില്ല. இனிமேல் நீ காண மாட்டாய். ഇനിമേൽ നീ കാണുകയില്ല. பழையவைகள் ஒழிந்து போயின. പഴയതെല്ലാം നീങ്ങിപ്പോയി. பழையவைகள் ஒழிந்து போயின. പഴയത് നീങ്ങിപ്പോയി. பழையவைகள் ஒழிந்து போயின. പഴയതെല്ലാം നീങ്ങിപ്പോയി. சிங்காசனத்தில் விட்டிருக்கிறவன், ആ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, சிங்காசனத்தில் விட்டிருக்கிறவன், സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, ஓ, அவர் சத்தமாய் உரைக்கிறார். അവൻ ശബ്ദമായി ഇങ്ങനെ പറയുന്നു. அவர் சத்தமாய் உரைக்கிறார். ഉച്ചത്തിൽ അവൻ ഇങ്ങനെ പറയുന്നു. சிங்காசனத்தில் ஒரு சத்தம் கேட்கிறது. സിംഹാസനത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നു. சிங்காசனத்தில் ஒரு சத்தம் கேட்கிறது. സിംഹാസനത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നു. இதோ நான் சகலத்தையும் புதிதாக்குகிறேன். ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു. இதோ நான் சகலத்தையும் புதிதாக்குகிறேன். ഇതോ ഞാൻ സകലവും പുതുതാക്കുന്നു. இதோ நான் சகலத்தையும் புதிதாக்குகிறேன்.
ഞാൻ സകലത്തെയും പുതുപ്പിക്കുന്നു. പഴയവകൾ ഒഴിഞ്ഞു പോകുന്നത്, പഴയവകൾ ഒഴിഞ്ഞു പോകുന്നു. പഴയ മനിതൻ ഒഴിഞ്ഞു പോകുന്നത്, പഴയ മനുഷ്യൻ നീങ്ങിയിരിക്കുന്നു. പഴയ സ്വഭാവങ്ങൾ ഒഴിഞ്ഞു പോകുന്നത്, പഴയ സ്വഭാവങ്ങൾ മാറ്റപ്പെട്ടിരിക്കുന്നു. തോൽവികൾ ഒഴിഞ്ഞു പോകുന്നത്, പരാജയങ്ങൾ മാറ്റപ്പെട്ടിരിക്കുന്നു. പുതിയ സൃഷ്ടിയായി മാറ്റുகிறார். കർത്താവ് നിങ്ങളെ ഒരു പുതു സൃഷ്ടിയാക്കുന്നു. പുതിയ ഹൃദയത്തെ തരുகிறார். പുതിയ ഹൃദയം നിങ്ങൾക്ക് നൽകുന്നു. പുതിയ മനதை കത്ത് തരുகிறார். പുതിയ മനസ്സ് ദൈവം നൽകുന്നു. പുതിയ ആവിയെ കത്ത് തരുகிறார். പുതിയ ആത്മാവിനെ നൽകുന്നു. കർത്താവ് പുതുപ്പിக்கிறார். കർത്താവ് നിങ്ങളെ പുതുപ്പിക്കുന്നു. ആവിയാണ് ഇടം കൊടുപ്പமாக, ആത്മാവിന് ഇടം കൊടുക്കുക. അൻപുക്ക് ഇടം കൊടുപ്പமாக, സ്നേഹത്തിന് ഇടം കൊടുക്കുക. ദേവാൻപിനാൽ നിറയപ്പെടുவோம். ദൈവ സ്നേഹത്താൽ നിറയപ്പെടുക. ദേവാൻപ് ഇറങ്ങുகிறது. ദൈവ സ്നേഹം നമ്മുടെ മധ്യത്തിൽ ഇറങ്ങുന്നു. ദേവാൻപ് ഊറ്റപ്പെടുகிறது. ദൈവ സ്നേഹം ഊറ്റപ്പെടുന്നു. പരലോക അൻപ് ഊറ്റപ്പെടുகிறது. യേശുവിൻ അൻപ് ഊറ്റപ്പെടുகிறது. യേശുവിന്റെ സ്നേഹം പകരപ്പെടുന്നു. സിയോനിൽ അൻപ് ഊറ്റപ്പെടുகிறது. സിയോനിൽ സ്നേഹം പകരപ്പെടുന്നു. ശത്രുവിൻ ശക്തികൾ ഏതുമില്ല, ദുഷ്ടന്റെ ആയുധം ഫലിക്കയില്ല. ശത്രുവിൻ ശക്തികൾ ഏതുമില്ല, ദുഷ്ടന്റെ ആയുധം ഫലിക്കയില്ല. ശത്രുവിൻ ആയുധം വൈപ്പിപ്പാൻ ക്രൂശിൽ പരസ്യമായി